പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ പകൽ വേളയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾക്കും, പ്രത്യേകാൽ ഇന്ന് ശുശ്രൂഷകൾക്കായി കടന്നു വന്നിട്ടുള്ള ദൈവദാസന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ മറ്റ് ഉപവാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് രണ്ട് ദൈവദാസന്മാർ പ്രത്യേകാൽ എനിക്ക് മുഖപരിചയമോ മുൻപരിചയമോ ഇല്ലാത്തവരാണ്. നമ്മുടെ BMG സഭയുടെ ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന സജി കെ ലൂക്കോസ് പാസ്റ്റർ, മിഷൻ ഇന്ത്യ, അതെല്ലാവർക്കും അറിയാമല്ലോ. മിഷൻ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PD ജോസഫ് എന്നെ വിളിച്ചു. ഒരു ദൈവദാസൻ ബീഹാറിൽ നിന്ന് വരുന്നുണ്ട്, കർത്താവിൻ്റെ ദാസൻ ഇവിടെ ശുശ്രൂഷിപ്പാൻ അവസരം കൊടുക്കാൻ സമയം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഞായറാഴ്ച വന്നാലും അധികം സമയം കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ഉപവാസം ക്രമീകരിക്കുന്ന ദിവസമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു ഉപവാസത്തിൻ്റെ പകലും രാത്രിയിലും കടന്നു വരാൻ പറഞ്ഞു. ഇന്നങ്ങനെ 2 സമയമായിട്ട് കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ മധ്യയിൽ ഉണ്ട്. ഒന്ന് ട്രാൻസ്ലേഷന് വേണ്ടി ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്. ആദ്യമായിട്ട് ഉത്തം ഭാരത്, ബീഹാറിൽ നിന്നുള്ള കർത്താവിൻ്റെ ദാസനാണ് ഉത്തം ഭാരത്. വളരെ പ്രതികൂലങ്ങളുടെ മധ്യയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് ആ ദേശത്തായിരിക്കുന്നു. തൻ്റെ അനുഭവ സാക്ഷ്യങ്ങളും തൻ്റെ വചനവും അനുഭവങ്ങളൊക്കെ നമുക്ക് നിശ്ചയമായും പ്രചോദനകരമാകും. ഹല്ലേലൂയ. മലയാളം അറിയത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. താൻ ഇന്ന് ഹിന്ദിയിലായിരിക്കും ശുശ്രൂഷിക്കുന്നത്. മാത്രമല്ല തൻ്റെ അനുഭവ സാക്ഷ്യങ്ങളും കേൾക്കാം. വളരെ കർത്താവിന് ആ ദേശങ്ങളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കർത്താവിൻ്റെ ദാസനാണ്. അദ്ദേഹമായിരിക്കും ഇന്നും പ്രധാനമായിട്ടും നമ്മുടെ മധ്യേ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. ആ കർത്താവിൻ്റെ ദാസനെ തൻ്റെ ശുശ്രൂഷകളെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ നമ്മുടെ മധ്യയിൽ ഒരു ദൈവദാസൻ മിഷൻ ഇന്ത്യ ബൈബിൾ കോളേജുമായുള്ള ബന്ധത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ബെഞ്ചമിൻ പോൾ. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ ദാസനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താൻ ദൈവവചനം പറയുന്നത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനിടയാകും. ഹല്ലേലൂയ. അതുപോലെ മറ്റൊരു കർത്താവിൻ്റെ ദാസൻ, ഒരു അനുഗ്രഹീത ദൈവദാസൻ ജേക്കബ് പണിക്കർ, ഫെഡറൽ ബാങ്കിലൊക്കെ വളരെ ഈ റീജിയനിൽ അതിൻ്റെ പ്രധാന ചുമതലകളിൽ റീജിയണൽ ഓഫീസറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുകയും ഇപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിച്ച് അനേക ഇടങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. ഒരുപക്ഷെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. മെറ്റനോയ എന്ന ഒരു പ്രവർത്തനം. ബാക്കി കർത്താവിൻ്റെ ദാസനെ ഞാനൊരു 5 മിനിറ്റ് 10 മിനിറ്റ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ഒരു സണ്ണി കെ ലൂക്കോസ്, നിങ്ങൾക്കറിയാമായിരിക്കും. അദ്ദേഹമാണ് ഇന്ന് വൈകിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പരിചയത്തിലാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുവാനിടയായത്. ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ മെസ്സേജിലോ എവിടെയോ കാണുവാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എല്ലാറ്റിനും ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ മധ്യേ പരിവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് എല്ലാ നിലകളിലും കാര്യങ്ങൾ ക്രമീകരിക്കും. ഹല്ലേലൂയ. നമ്മോട് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ഇടപെടും. മാത്രമല്ല സുവിശേഷീകരണം ഒക്കെ നമുക്ക് നോർത്ത് ഇന്ത്യയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, വളരെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പല ദൈവദാസന്മാരും നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ പ്രവർത്തനങ്ങളൊക്കെ അവർ ഏറ്റെടുത്ത് ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ വടക്കേന്ത്യയിലെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവമാണ്. അവിടെ തന്നെ ആ ദേശക്കാരായ അനേക ആ ദേശക്കാരായിരിക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പ്രൈസ് ദി ലോർഡ്. പണ്ട് മലയാളികൾ ഇവിടെ നിന്ന് പോയി അവിടെ വർഷങ്ങളായിട്ട് ശുശ്രൂഷകൾ ചെയ്ത ഒരു സമയമുണ്ട്. അവരിൽ നിന്ന് ഇന്ന് വിവിധ ജാതിക്കാർ, ഭാഷക്കാരായി വിവിധ നിലകളിലുള്ളവരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ ജീവിത അനുഭവങ്ങൾ ഹല്ലേലൂയ നമുക്ക് നിശ്ചയമായിട്ടും പ്രചോദനകരമായിരിക്കും. ഹല്ലേലൂയ. നമ്മളിവിടെ വളരെ സുഖസമ്പന്നരായിട്ട് നല്ല ഒരു കാലാവസ്ഥയിൽ ഒരു ആത്മീയ അന്തരീക്ഷത്തിലൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കൊക്കെ ഉള്ളത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാം നമുക്ക് പ്രാർത്ഥിച്ച പല കാര്യത്തിനും ദൈവം മറുപടി തന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ എപ്പോഴുമുള്ള പ്രാർത്ഥന, ഇന്ന വിഷയങ്ങൾക്ക് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, ഇന്ന സൗഖ്യങ്ങൾ എനിക്കൊന്ന് തരണം, എൻ്റെ തലമുറകൾക്ക് ഇന്ന വഴികളൊക്കെ തുറക്കണം. ഹല്ലേലൂയ. അവർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല ഉയർച്ചയൊക്കെ ലഭിക്കണം എന്നുള്ള കാര്യം മാത്രം ഒരുപക്ഷെ അധികമായി അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിച്ച്, അഥവാ അതൊന്ന് കുറഞ്ഞു പോയാൽ അതിനൊക്കെ കംപ്ലൈൻ്റ് ഉള്ള ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നുകൂടെ നമുക്ക് ഭാരതത്തിന് വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാട്. ഹല്ലേലൂയ. ഈ 3 ദൈവദാസന്മാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും പരിചയപ്പെടുന്നതും. തുടർന്നുള്ള സമയങ്ങളിൽ പ്രധാനമായിട്ടും ആ കർത്താവിൻ്റെ ദാസൻ ഉത്തം ഭാരത് ബീഹാർ നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും.
ആ ശുശ്രൂഷയിൽ ബെഞ്ചമിൻ പോൾ, പാസ്റ്റർ ബെഞ്ചമിൻ പോൾ മിഷൻ ഇന്ത്യയിൽ താനും ശുശ്രൂഷകളിലും പഠിപ്പിക്കുന്ന അധ്യാപകനുമൊക്കെയുമായിട്ടായിരിക്കുന്നു. താൻ തന്നെ പരിചയപ്പെടുത്തും. ഹല്ലേലൂയ. തുടർന്ന് ഞാൻ അവസാനം ഒരു 5-10 മിനിറ്റ് നമ്മുടെ കർത്താവിൻ്റെ ദാസൻ ജേക്കബ് പണിക്കർക്കും തരുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ആ സമയം ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഉത്തം ഭാരത് നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കും. ഐ ഇൻവൈറ്റ് ഹംബ്ലി Pastor Uttam Bharat to come forward to minister the word of God and give his testimony. Praise God. Greetings to you in the Master's name of our Lord and Savior Jesus Christ, all the way from Bihar. ബീഹാറിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. And I'm very happy to stand before you here. നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. First of all, I would like to give thanks to the Lord who enabled me to stand in this stage and in this place. I think I'm first Bihari. I am coming here. I'm born and brought up in Bihar, and I came here and I'm able to preach here. ബീഹാറിൽ നിന്നും ഞാനായിരിക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് ഇവിടെ കടന്നു വന്നത്. എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു സന്തോഷകരമായ അനുഭവമാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിലായിട്ട് വരുവാൻ. അതിനായി ഞാൻ കർത്താവിന് ഏറ്റവും അധികം നന്ദി പറയുന്നു. And I'm thankful to the Mission India who allow me like that leadership to go everywhere and take your burden and share with your people. ഞാൻ മിഷനിലേക്ക് വളരെ നന്ദി പറയുന്നു. കാരണം ദൈവത്തിൻ്റെ ആ സ്നേഹവും ദൈവത്തിൻ്റെ ആ സുവിശേഷ ഭാരവും ചുമന്നുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ ചെല്ലുവാൻ ദൈവം എന്നെ സഹായിച്ചു. So because of that I could meet with Jacob Panikar uncle in Mission India. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകാൽ പാസ്റ്റർ ജേക്കബ് പണിക്കർ അദ്ദേഹത്തെ പരിചയപ്പെടുവാനും മിഷനിൽ പരിചയപ്പെടുവാനും സഹായമായി. And I could meet to Kosi sir here. അതുകൊണ്ട് തന്നെ ഇവിടെ ആയിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ കോശി അവരെ മീറ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. I could meet the Trivandrum. ഈ തിരുവനന്തപുരത്ത് പരിചയപ്പെടാനും ദൈവം എന്നെ സഹായിച്ചു. You people also. നിങ്ങളെല്ലാവരെയും കാണുവാനും പരിചയപ്പെടാനും ദൈവം സഹായിച്ചു. मैं बहुत खुश हूँ. ഞാൻ വളരെ സന്തോഷവാനാണ്. Hallelujah. Hallelujah. It is not a easy task that as a Bihari I can go somewhere and share the word of God. ഒരു ബീഹാറി ആയതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുവാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. 15 years believe in Christ. I never seen a Bihari went anywhere and they share the word of God in any other churches or maybe any other states. എൻ്റെ 15 വർഷത്തെ അനുഭവത്തിൽ ഞാൻ ഒരു ബീഹാറിയായ ഒരു വ്യക്തിയെ പോലും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി സുവിശേഷവൽക്കരണ കടന്നു എന്ന് ഞാൻ കണ്ടിട്ടില്ല. There are many pastors, leaders are very talented, but there are some rules and the regulation in the ministry or maybe organization they are not allowing. അവിടെയുള്ള ദൈവദാസന്മാർക്ക് കഴിവില്ല എന്നല്ല, അവരെല്ലാം കഴിവുള്ളവരും ദൈവകൃപയുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ അവരായിരിക്കുന്ന സംഘടനകൾ ഒരുപക്ഷെ അവരായിരിക്കും ഇവരെ പുറത്തു പോയി ശുശ്രൂഷിക്കാൻ അനുവദിക്കാത്തത്. But under the leadership of Saji sir, P.D. Joseph sir, he allow me to go everywhere. That is your ministry. You have to go and share your word of God, share your vision, mission, what you are doing. I am very happy to meet with you all. പക്ഷേ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി ലൂക്കോസിൻ്റെയും പി.ഡി. ജോസഫ് അവരുടെയും കീഴിൽ അധീനയിൽ ഇരിക്കുമ്പോൾ അവർ നമ്മളുടെ കൃപയെ വ്യാപാരം ചെയ്യുവാൻ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുവാനും അവരെന്നെ സഹായിക്കുന്നു. Hallelujah. Hallelujah. This is not an easy task. ഇത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. Hallelujah. Our God is a great God. നമ്മുടെ കർത്താവ് വലിയവനല്ലോ. Hallelujah. My name is Uttam Bharat. എൻ്റെ പേര് ഉത്തം ഭാരത് എന്നാണ്. And I born and brought up in Bihar. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ബീഹാറിലാണ്. I'm coming from the Hindu Brahman family. ഞാൻ ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. And my forefathers came from the West Bengal. എൻ്റെ പൂർവികരെല്ലാം വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നവരാണ്. और वो जो बंगाल से आए वो पूरे डॉक्टर होने के कारण कामेश्वर सिंह जो हमारे राजा हैं उन्होंने मदद किया कि वो बिहार में आकर के उनके फैमिली को इलाज करे. എൻ്റെ പൂർവികർ ഡോക്ടറൊക്കെ ആയതുകൊണ്ട് അവർ കമേശ്വർ സിംഗ് എന്ന് പറയുന്ന മഹാരാജാവ് ഇവരൊക്കെ ബീഹാറിൽ വന്ന് ശുശ്രൂഷിക്കുവാനായി സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. तो इसीलिए मेरे पूर्वज लोग इधर बिहार में आके बस गए. അങ്ങനെയാണ് എൻ്റെ പൂർവികരെല്ലാം ബീഹാറിൽ എത്തിപ്പെട്ടത്. और जब मेरा जन्म हुआ 1993 में 1993 ഞാൻ ജനിച്ചത്.
मैं अच्छा परिवार से आने के कारण, पापा डॉक्टर होने के कारण, दादा डॉक्टर होने के कारण हम लोगों का एक अच्छा नाम है हमारा उधर बिहार में. എൻ്റെ പൂർവികരെല്ലാം വൈദ്യരായതുകൊണ്ടും ഡോക്ടേഴ്സ് ആയതുകൊണ്ടും എൻ്റെ പിതാവും ഡോക്ടർ ആയതുകൊണ്ടും നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് സമൂഹത്തിൽ ഞങ്ങൾക്ക് ഒരു നല്ലൊരു പേരുണ്ടായിരുന്നു, അന്തസ്സുണ്ടായിരുന്നു. जब मैं पढ़ने लगा, बढ़ने लगा, 10th पास किया, 12th पास किया, इंटर ये BA पास किया, ग्रेजुएट ये MA पास किया. ഞാൻ പഠനം നടത്തിക്കൊണ്ട് 10ാം ക്ലാസ്സും +2 അതുപോലെ ഡിഗ്രി ഒക്കെ പഠിച്ച് മുന്നോട്ട് വന്നു. धीरे धीरे मेरा जीवन परिवर्तित होने लगा और मैं गलत रास्तों में जाने लगा. പക്ഷേ എൻ്റെ പഠനം ഞാൻ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ എൻ്റെ ജീവിതം തെറ്റായ വഴിയിലേക്ക് പോകാനിടയായി. मेरे पापा ऑपरेशन करते थे तो मैं उनके साथ खड़ा रहता था. എൻ്റെ പിതാവ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എൻ്റെ പിതാവിൻ്റെ സമീപത്ത് തന്നെ ഞാൻ നിൽക്കുമായിരുന്നു. और धीरे धीरे मैंने ड्रेसिंग वगैरह करना सीख लिया. പതുക്കെ പതുക്കെ ഞാൻ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഞാൻ പഠിച്ചു. मैं पैसा कमाने लगा ഞാൻ പണം സമ്പാദിക്കാൻ തുടങ്ങി. और उस पैसे का इस्तेमाल मैं गलत जगहों में करने. പക്ഷേ ഈ സമ്പാദിക്കുന്ന പണമെല്ലാം തെറ്റായ വഴിയിൽ ഞാൻ ചിലവഴിക്കുമായിരുന്നു. मैं शराब पीता था, ഞാൻ മദ്യപിക്കുമായിരുന്നു, सिगरेट पीता था, സിഗരറ്റ് കുടിക്കുമായിരുന്നു, गुटखा खाता था, ഗുട്ക കഴിക്കുമായിരുന്നു. गैंग बना के रखा था. गैंग गैंग എനിക്ക് തന്നെ ഒരു സംഘമുണ്ടായിരുന്നു, കൂട്ടുകാരെ. उन लोगों के पास बंदूक रहा करता था. അവരുടെ കയ്യിൽ തോക്കുകളും മറ്റുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ऐसे लोगों के साथ हम बढ़ने लगे. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ് എൻ്റെ ജീവിതം വളർന്നു വന്നത്. मेरा नाम उत्तम भारत है. എൻ്റെ പേര് ഉത്തം ഭാരത് എന്നാണ്. मेरा दोस्त जो बुरा है वो बोल रहा है तुम्हारा नाम उत्तम भारत है लेकिन तुम्हारा काम अच्छा नहीं है. എടാ, എൻ്റെ സുഹൃത്തിനോട് പറയുമായിരുന്നു, നിന്റെ പേര് ഉത്തം ഭാരത് എന്ന നല്ല പേരാ, പക്ഷെ നിന്റെ പ്രവൃത്തികൾ ശരിയല്ലല്ലോ എന്നുള്ള. ये बात तो मुझे भी सोच में डाल दिया. ഈ വാക്ക് എൻ്റെ മനസ്സിൽ കൊണ്ടിരുന്നു. उत्तम भारत, ഉത്തം ഭാരത്, डूइंग नथिंग उत्तम. പക്ഷേ നല്ലവനായ ഭാരത് എന്ന എൻ്റെ പേര്, പക്ഷേ ഞാൻ ചെയ്യുന്ന ഒന്നും നല്ലതല്ല. हम न अपने परिवार के लिए अच्छा कर रहे हैं, न अपने लिए कुछ अच्छा कर रहे हैं, न पड़ोसी के लिए अच्छा कर रहे हैं, न अपने जिला के लिए कुछ अच्छा कर रहे हैं, न अपने गांव के लिए, शहर के लिए, किसी के लिए अच्छा नहीं कर रहे हैं. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ എൻ്റെ സമൂഹത്തിന് വേണ്ടിയോ എൻ്റെ ഗ്രാമത്തിന് വേണ്ടിയോ എൻ്റെ രാജ്യത്തിന് വേണ്ടിയോ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയോ ഒന്നും തന്നെ നല്ലത് ചെയ്യുന്നില്ലായിരുന്നു. मम्मी से प्रेम करने के कारण मम्मी से गुस्सा बहुत करती थी, तो इसीलिए डर से उनके सामने में एकदम सेवक के समान खड़े रहते थे. എനിക്ക് അമ്മയോട് വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ട് അമ്മ ദേഷ്യപ്പെടുമ്പോൾ മാത്രം പതുക്കെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഒതുങ്ങി നിൽക്കുമായിരുന്നു. बृहस्पतिवार को पीला कपड़ा पहन के केले के पेड़ के पास बृहस्पति भगवान का पूजा करना है. വ്യാഴാഴ്ച ദിവസം പീല കപ്പടന മഞ്ഞ വസ്ത്രം ധരിച്ച് ബൃഹസ്പതി ഭഗവാൻ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ദേവൻ, ആ ദേവനെ ഞാൻ ആരാധിക്കാൻ ചെല്ലുമായിരുന്നു. दुर्गा पूजा के समय में पूरा कलश स्थापन करके दुर्गा चालीसा पढ़ के उनका मंत्रोच्चारण करते हुए उस पूजा को करना है. ദുർഗാ പൂജ ദിവസം ഞാൻ दुर्गा पूजा में आप दुर्गा जो कालीसा, पूजा करना कालीसा। पड़ा, कलश कलश हाँ, कलश। वो या, कलश है ना, समझ लिया, हाँ। वो पूजा करने के लिए वो वहाँ पे हमको 10 दिन तक बैठना पड़ता था. ദുർഗാ പൂജ ദിവസം ഈ ദുർഗാ കലശം എന്ന് പറഞ്ഞ ദുർഗ ഒരു കുടമുണ്ട്, ആ കുടത്തിൽ പൂജിക്കും. ആ പൂജിക്ക് 10 ദിവസത്തോളം അവിടെ ഇരിക്കണമായിരുന്നു. तो ये सब चीजें हम बहुत ज्यादा करते थे, लेकिन हमारे घर में शांति नहीं था. ഇങ്ങനെയുള്ള അനവധി പൂജകളും കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു. मेरी माँ सुबह 6 बजे से 10 बजे तक पूजा करती थी, शांति नहीं था. എൻ്റെ അമ്മ രാവിലെ 10 മണി മുതൽ 10 बजे से 6 बजे से 10 बजे सुबह तक, 6 बजे सुबह से 10 बजे. രാവിലെ 6 മണി മുതൽ 10 മണി വരെ എൻ്റെ അമ്മ പൂജ ചെയ്യുമായിരുന്നു. പക്ഷേ എങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല. पापा 3-3 दिन तक घर नहीं आते थे. पापा 3-3 दिन तक घर नहीं आते थे. എൻ്റെ പിതാവ് 3 ദിവസങ്ങളിലൊക്കെ വീട്ടിലെത്തത്തില്ലായിരുന്നു. और कभी कभी मेरा तबीयत खराब होने के कारण मेरे बड़े पापा मेरा इलाज करते थे, पापा है ही नहीं. വല്ലപ്പോഴും എനിക്ക് എൻ്റെ ശരീരത്തിന് പ്രശ്നങ്ങൾ വരും, രോഗങ്ങൾ വരുമ്പോഴേക്കും എൻ്റെ വലിയച്ഛനാണ് എന്നെ ഇരുന്ന് ശുശ്രൂഷ, എൻ്റെ പിതാവ് എൻ്റെ അടുത്തില്ലായിരുന്നു. और जब इस कारण से जब मम्मी पापा से बात करते थे तो पापा एकदम खूब गुस्सा करके खाना को फेंक देते थे. बहुत समस्या होता था हमारे घर में. हमारा घर एक श्राप से भरा हुआ था. പ്രിയരെ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എൻ്റെ അമ്മ എപ്പോഴും വഴക്കുണ്ടാക്കും. എന്തിനാ നിങ്ങൾ വീട്ടിൽ വരാത്ത, കുഞ്ഞുങ്ങളെ നോക്കുന്നില്ലോ എന്ന് വഴക്കുണ്ടാക്കും. എൻ്റെ പിതാവ് പലപ്പോഴും കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്ലേറ്റുകൾ എടുത്ത് എറിയുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹമല്ല ശാപം കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. मैं भी एक श्रापित इंसान बन गया. ഞാനും ഒരു ശപിക്കപ്പെട്ട വ്യക്തിയായി മാറി.
पापा बोलते थे कितना रुपया का जरूरत है, तुम ये मेरे से 100 रुपया ले लो। मैं पापा को बोलता था आपको 500 रुपया चाहिए क्या? ആ എൻ്റെ പിതാവ് ചോദിക്കും, മോനെ നിനക്ക് പണം വേണമെങ്കിൽ 100 രൂപ എടുത്തോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് തിരിച്ചു പറയും, അച്ഛന് വേണമെങ്കിൽ 500 രൂപ ഞാൻ തരാം. मेरे पास पैसे का कमी नहीं था, എൻ്റെ കയ്യിൽ പണത്തിന് യാതൊരു കുറവുമില്ലായിരുന്നു, मेरे पास पावर का कमी नहीं था, എൻ്റെ കയ്യിൽ അധികാരത്തിന് കുറവില്ലായിരുന്നു, मेरे पास MLA और जान पहचान बहुत ज्यादा बढ़ गया। എനിക്ക് MLA-മാരും അതുപോലെ വലിയ വലിയ നേതാക്കന്മാരെയൊക്കെ വലിയ പരിചയമായി. जब इतना कुछ होने से कई दोस्त लोग मेरा दोस्त बन गया। പക്ഷേ ഇത്രയൊക്കെ ഈ സമയങ്ങളിൽ എനിക്ക് ഒത്തിരി കൂട്ടുകാര്, ഒത്തിരി സുഹൃത്തുക്കളുണ്ടായി. दोस्त बना तो दुश्मन भी बनेगा ना। ഒത്തിരി സുഹൃത്തുക്കളുണ്ടാകുമ്പോൾ ശത്രുക്കളും ഉണ്ടാകും കേട്ടോ. सो दुश्मन भी मेरा बहुत ज्यादा बन गया। അങ്ങനെ എനിക്ക് ഒത്തിരി ശത്രുക്കളും ഉണ്ടായി. एक दिन ऐसा ही हुआ दीपावली के समय में, ഒരു ദീപാവലി ദിവസം അങ്ങനെ തന്നെ സംഭവിച്ചു. मैं उस MLA के घर से जब वापस घर की ओर मैं आ रहा था, ഞാൻ ഒരു MLA-യുടെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ तो वहाँ पर ऐसा हुआ कि हमारे साथ वो 10 लोग इंजॉय करके मजा करके आनंद करके उस MLA के घर से जब आ रहे हैं, तो रास्ते में कुछ 10 जुआ खेलने वाला गैम्बलर, दे वर प्लेइंग अ कार्ड। അതായത് ഞങ്ങൾ എൻ്റെ കൂടെ 10 പേരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ രസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് MLA-യുടെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10 പേര് അവിടെ ഇരുന്ന് ചീട്ട് കളിക്കുന്നത് ഞാൻ കണ്ടു. मैंने उनको देखा और मैंने नज़रअंदाज कर दिया, क्योंकि दीपावली के समय में हमारा उधर नॉर्थ इंडिया में ये कॉमन चीज़ है कि दीपावली के समय में लोग ताश खेलते हैं। അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദീപാവലിയുടെ ദിവസം പ്രത്യേകിച്ച് അവിടെയുള്ള ജനങ്ങളുടെ ഒരു ഹോബിയാണ്, അവർ ചീട്ട് കളിക്കും. मैं ये समझ नहीं पाया कि वो लोग मेरे ही ताक में है कि मैं जैसे ही आगे आऊँगा वो मुझे मारेगा। എനിക്ക് ഒരു കാര്യം അറിയാം, ഞാൻ അവരുടെ ഫ്രണ്ട് എത്തുമ്പോൾ അവർ തീർച്ചയായിട്ടും എന്നെ അടിക്കും, ഉപദ്രവിക്കും. और जैसे ही मैं नजदीक गया, ഞാൻ അവരുടെ അടുത്തെത്തിയപ്പോൾ 10 लोग मेरे साथ है, എൻ്റെ കൂടെയും 10 പേരുണ്ട്. वो तुरंत वो जो खेलने वाला वो खड़ा हो गया और मुझे पकड़ के पहले पीटने लगा। ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ അവരുടെ സമീപത്തുള്ള അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ചാടി എണീറ്റ് എന്നെ പിടിച്ചു വെച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി. मैं पूछ रहा हूँ यार, पीट रहे हो अच्छी बात है, लेकिन क्यों पीट रहे हो उसका तो कारण बता दो। ഞാൻ അവനോട് ആ സമയത്ത് ചോദിക്കുകയാണ്, എടാ നീ അടിക്കുന്നത് ശരി തന്നെ, പക്ഷെ എന്തിനാണ് നീ എന്നെ അടിക്കുന്നത്? बिना कारण का पीटे जा रहे हो, कारण बता के पीटो तो थोड़ा अच्छा लगेगा। എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നീ എന്നെ ഉപദ്രവിക്ക്, ഒരു കാരണം അറിയാതെ നീ എന്തിനാ വെറുതെ എന്നെ അടിക്കുന്നേ? बहुत मार मारा, लेकिन बहुत मारा। ആ സമയത്ത് അവൻ എന്നെ ഒത്തിരി ഉപദ്രവിച്ചു. मैंने मन और जो ये 10 लोग था ना, എൻ്റെ കൂടെ 10 പേരുണ്ട്. പക്ഷേ वो जैसे ही हमको मार खाते देखा वो सीधा भाग गया। 10 പേര് വളരെ നല്ലവരായിരുന്നു. അവർ അടി കിട്ടിയ സമയത്ത് അവർ ഓടിപ്പോയി. मेरे अंदर घमंड था, मैं पावर वाला आदमी हूँ। എനിക്ക് വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു, എനിക്ക് ശക്തിയുണ്ട്, ആൾബലമുണ്ട് എന്നൊക്കെ എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു. मेरे पास 10 लोग हैं मेरा सुरक्षा करने के लिए। എനിക്ക് സുരക്ഷ, എന്നെ സംരക്ഷിക്കാൻ 10 പേര് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. लेकिन जब वो परिस्थिति आया वो 10 लोग भाग गए। പക്ഷേ പ്രത്യേക ഒരു സാഹചര്യം വന്നപ്പോൾ എന്നെ സംരക്ഷിക്കേണ്ടവര് എന്നെ ഇട്ടേച്ച് ഓടിപ്പോയി. उसको खिलाया, അവർക്ക് ഞാൻ ആഹാരം മേടിച്ചു കൊടുക്കുമായിരുന്നു, पैसा दिया, അവർക്ക് പൈസ സമ്പത്ത് കൊടുക്കുമായിരുന്നു, ऐसो आराम दिया, ऐसो आराम दिया, सारा सुख सुविधा दिया। എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. मेरे दुख के समय में मुझे छोड़ के भाग गए। പക്ഷെ എൻ്റെ പ്രയാസ സമയത്ത് എന്നെ അവർ സഹായിക്കുന്നവരെ എന്നെ വിട്ട് ഓടിപ്പോയി. और उन्होंने, मैं सोचा कि मेरे घर में जाकर मेरे मम्मी पापा को बताएंगे कि आपके बेटे के साथ ऐसा हो रहा है। പിന്നെ ഞാൻ ഇങ്ങനെയും വിചാരിച്ചു, ഇവർ ഓടിച്ചെന്ന് എൻ്റെ അപ്പനും അമ്മയോട് പറയും, നിങ്ങളുടെ മകനെ അവർ ഭയങ്കര 10 പേര് കൂട്ടമായി തല്ലുകയാണെന്ന് പറയുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. बाद में पता चला कि वो लोग तो गया भी नहीं पापा मम्मी के पास। പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അവരാരും തന്നെ എൻ്റെ അപ്പനും അമ്മയുടെ പോയിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. मैंने सोचा कि चलो भाई आज तुम मार लो, मेरा हाथ तोड़ोगे, पैर तोड़ोगे, उससे ज्यादा तो मेरा कुछ नहीं कर सकते, मैं तुझे कल बताऊंगा। ഞാൻ അവന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ എന്നെ അടിച്ചോ, എൻ്റെ കൈ ഒടിക്കുമായിരിക്കും, കാലൊടിക്കുമായിരിക്കും, പക്ഷേ ഇതിന് ഉത്തരം നാളെ നിങ്ങളോട് ഞാൻ ചോദിക്കും. वो वहां नहीं रुका, അവന്മാരവിടെ നിന്നില്ല. वो क्या किया, एक रॉड वहां पर था, वो उठाया और सीधा मेरे पेट में डाल दिया। लोहा का सड़िया मेरे पेट में डाल दिया। അവർ ഇരുമ്പിന്റെ ഒരു കമ്പി അവിടെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ അവർ കുറച്ചുകൂടി വയലന്റ് ആയിട്ട് ഈ കർത്തൃദാസന്റെ വയറ്റിൽ ആഞ്ഞു കുത്തി.
इधर अभी भी छेद है. ഇപ്പോഴും അവിടെ ഒരു മുറിപ്പാടുണ്ട്. इधर इंटेस्टाइन पूरा कट जाने से इधर ऑपरेशन करके डॉक्टर ने उसको ठीक किया. എൻ്റെ കുടലിൽ ഭാഗത്ത് മുറിവേറ്റതുകൊണ്ട് അതും അവർ കട്ട് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. उस समय जब ये रॉड डाला ना, मैं तो बोला गया खत्म. ഈ കമ്പി എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ മരിച്ചു പോകുമെന്ന്. अब तो जीना दुश्वार है यहाँ, अब तो मर जाएंगे. ഇനിയിപ്പം എനിക്ക് ജീവിക്കാൻ സാധ്യത വളരെ കുറവാ. എന്തായാലും അവർ കമ്പി കൊണ്ട് കുത്തി അകത്ത് കയറി ഇനി ഞാൻ മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ये लोग इधर ही नहीं रुका, एक कदम और आगे बढ़ के उन्होंने क्या किया, एक पटाखा होता है, क्रैकर्स, इतना बड़ा होता है, बस माइक से भी बड़ा होता है, और वो करीब 7 बार आकाश में जाता है, 7 टाइम. ऐसा नीचे रख के वो 7 टाइम्स ऊपर में आकाश में फूटता है. एक बार आग लगा दिया तो ऐसा करके फूटेगा. वो मेरे मुंह पे रख के 1 2 3 4 7 टाइम मेरे मुंह पे आके लगा. यस. അവരെ ഇതുകൊണ്ട് നിന്നില്ല. ഈ കമ്പി കൊണ്ട് കുത്തിയതുകൊണ്ട് അവർക്ക് സന്തോഷം കിട്ടിയില്ല. അവർ ഒരു പടക്കം എടുത്ത് അത് മുകളിലേക്ക് ഉയർന്നു ചെന്ന് ആകാശത്ത് പൊട്ടുന്നൊരു സാധനമാണ് അത്. അവരെൻ്റെ വായിൽ വെച്ച് അവർ 7 തവണ എണ്ണി പൊട്ടിച്ചു. मेरे मुंह में बारूद गया अंदर. ആ പടക്കത്തിലെ ആ മരുന്നുകളെല്ലാം എൻ്റെ വായിലേക്ക് അകത്ത് പ്രവേശിച്ചു. मेरा मुंह में पूरा बारूद था. എൻ്റെ അവിടെ എല്ലാം പടക്കത്തിൻ്റെ വെടിമരുന്ന് ഉണ്ടായിരുന്നു. मेरा आंख बाहर आ गया. എൻ്റെ കണ്ണ് തള്ളി പുറത്തേക്ക് വന്നു. मेरा ये फेस पूरा जल गया. എൻ്റെ മുഖം മുഴുവനും കത്തിപ്പോയി. मैं सोचा अब खत्म. मैं बेहोश होके उधर ही गिर गया. ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു. ഞാൻ അബോധാവസ്ഥയിലായി അവിടെ തന്നെ വീണുപോയി. ये घटना करीब रात 12 बजे नवंबर महीने में हुआ. ഇത് നവംബർ മാസം രാത്രി 12 മണിയോടെ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. कोई नहीं था हमें उठा करके मेरे इलाज के लिए मुझे कोई लेके जाए. എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു. और मैं अपने माता पिता का इकलौता पुत्र था. പക്ഷേ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഏക മകനായിരുന്നു. जब 3 बज गया, 3 മണി സമയമായി. एक कंपाउंडर हमारे ही क्लिनिक का, वो उधर से आ रहा था हमारे क्लिनिक में एक पेशेंट को स्लाइन बदलने के लिए. ഞങ്ങളുടെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന കമ്പൗണ്ടറായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അതുവഴി കടന്നു വരുവാനിടയായി. वो मुझे देखा और मुझे तुरंत ले जा करके मम्मी पापा को दिखाया. मम्मी पापा बेहोश होने लगे. पापा करेज रख के एकदम मजबूत होके मेरा फर्स्ट एड किया और मुझे वेस्ट बंगाल जो है सो लेके गए. അദ്ദേഹം എന്നെ കണ്ട മാത്രമല്ല എന്നെ ചുമന്നുകൊണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. എൻ്റെ മാതാപിതാക്കളെ കണ്ടപ്പോൾ അവർ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ എന്നെ ചികിത്സിക്കുവാനായിട്ട് മുഖത്ത് മരുന്നൊക്കെ വെച്ചിട്ട് അവിടെ നിന്നും വെസ്റ്റ് ബംഗാളിലേക്ക് എന്നെ അയക്കുവാനിടയായി. वेस्ट बंगाल में जब लेके गए तो करीब 7-8 हॉस्पिटल, जिसमें अपोलो, नारायणा नेत्रालय जैसे बड़े हॉस्पिटल है, उन्होंने बोला इसको ले जाओ, ये मर जाएगा, ये बचेगा नहीं. അവിടെയുള്ള ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. അപ്പോളോ ഹോസ്പിറ്റലും അതുപോലെ നാരായണ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വലിയ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയിട്ടും അവരാരും തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഇതിനെ കൊണ്ടുപോയിക്കോളൂ, ഇയാൾ ജീവിക്കില്ല എന്ന് പറഞ്ഞു. लेकिन मेरे जीजा जी जो हैं, मेरे माय ब्रदर इन लॉ, वो यीशु मसीह के बारे में जानते थे लेकिन कभी हम लोगों को बताए नहीं थे. लेकिन उस समय में मेरी माँ को फ़ोन करके बताया कि कोई बात नहीं, हम लोग जो है सो प्रार्थना करेंगे, हम बोलेंगे एक व्यक्ति को प्रार्थना करने के लिए. അപ്പോൾ എൻ്റെ സഹോദരി ഭർത്താവ് എൻ്റെ അളിയനായിരിക്കുന്ന വ്യക്തി പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു വ്യക്തിയോട് പറയാം, ആ വ്യക്തി പ്രാർത്ഥിക്കും. मेरा जीजा जी विश्वासी नहीं है, എൻ്റെ അളിയൻ ഒരു വിശ്വാസി അല്ലായിരുന്നു. लेकिन पास्टर का बहुत गहरा दोस्त है. പക്ഷേ ഒരു ദൈവദാസനുമായിട്ട് നല്ല ഒരു മിത്രത അല്ലെ ഒരു സൗഹൃദമുണ്ടായിരുന്നു. शायद उन लोगों ने भी प्रार्थना किया तो शायद हमारा एडमिशन मिल गया एक जगह में. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കാണും. ഒരുപക്ഷെ അവർ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ അവരെന്നെ അഡ്മിറ്റ് ചെയ്തു. हॉस्पिटल में एडमिट होने के बाद डॉक्टर ने सिर्फ एक ही बात को बोला, मैं पूरा कोशिश करूंगा आपके बच्चे को बचाने के लिए, लेकिन बाकी और जो भी कुछ है वो ऊपर वाले के हाथ में है. അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടർ പറയുവാനിടയായി, ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മകനെ ചികിത്സിക്കാം, എല്ലാം ചെയ്യാം, പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്തെങ്കിലും ഒരു രക്ഷ വേണമെങ്കിൽ മുകളിലുള്ള അവൻ മാത്രം ചെയ്യണം. लेकिन 3 दिन के बाद मैं कोमा में चला गया. 3 ദിവസത്തിന് ശേഷം ഞാൻ കോമയിലേക്ക് പോയി. 6 महीना में कोमा में रहा. 6 മാസത്തോളം ഞാൻ കോമയിലായിരുന്നു. मेरी माँ, मेरे नानी के घर के लोग, मेरे पापा के घर के लोग, सारे लोग हरिद्वार, ऋषिकेश, वैष्णो देवी, कामाख्या
जितना भी धार्मिक स्थल था वहाँ जाके मन्नतों को मांगना शुरू किए, लेकिन कोई बदलाव नहीं आया। എൻ്റെ അമ്മയും അമ്മയുടെ മാതാപിതാക്കൾ അമ്മാമ്മയും എല്ലാവരും അവരും ഞങ്ങളുടെ ബന്ധുക്കളും വിവിധങ്ങളായ ഹരിദ്വാറും അതുപോലെ ഉള്ള വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ പോയി നേർച്ചകളും വഴിപാടുകളും എനിക്ക് വേണ്ടി നടത്തുവാനിടയായി. लेकिन एक दिन जब डॉक्टर मेरे उस कमरे में आईसीयू वाले रूम में आकर के मेरा इलाज कर रहा था, और उस समय में डॉक्टर ने कंपाउंडर अपने नर्स से यही बात कर रहे थे कि आप बेकार में इनको यहाँ पर रखा है, इससे अच्छा इनको ले जाए, 2-3 दिन के बाद मर जाएगा, जला देगा। ये लोग बेकार में इतना पैसा वेस्ट कर रहे हैं, इनका कुछ होने वाला नहीं है। ഒരിക്കൽ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ഞാൻ കിടക്കുന്ന ICUവിലേക്ക് കടന്നു വന്നിട്ട് എന്നെ നോക്കിയിട്ട് തൊട്ടടുത്ത നേഴ്സിനോട് പറയുവാനിടയായി, ഈ വ്യക്തിയെ 6 മാസമായിട്ട് ഇവിടെ കിടത്തിയിട്ടുണ്ട്, ഇയാൾ ജീവിക്കത്തൊന്നുമില്ല, ഇനി ഇയാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ 3-4 ദിവസം കൊണ്ട് മരിക്കും, വെറുതെ അവർ പണം നഷ്ടമാക്കുകയാണ് എന്ന് പറയുവാനിടയായി. ये बात जब मेरी माँ को सुनाई दिया, क्योंकि माँ भी वहीं थी, എൻ്റെ അമ്മ തൊട്ടടുത്തുണ്ടായിരുന്നു, എൻ്റെ അമ്മയും ഈ വാക്കുകൾ കേൾക്കുവാനിടയായി. मम्मी को गुस्सा आ गया। ഇത് കേട്ട മാത്രമല്ല അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. डॉक्टर का कॉलर पकड़ के बोलने लगी कि पैसा मैं दे रहा हूँ, बेड का खर्चा मैं दे रही हूँ, सब कुछ मैं कर रही हूँ, मुझे आपसे एक आशा है कि आप मेरे बेटे को ठीक करके देंगे, और आप अभी बोल रहे हैं कि आपका बेटा ठीक नहीं होगा। അത് കേട്ട മാത്രമല്ല എൻ്റെ അമ്മ ആ ഡോക്ടറുടെ കോളറിൽ കയറി പിടിച്ച് ശക്തമായി കുലുക്കിക്കൊണ്ട് പറഞ്ഞു, പൈസ ഞാനാണ് തരുന്നത്, കിടക്കുന്നത് എൻ്റെ മകനാണ്, നിങ്ങൾ ചികിത്സിച്ചാൽ പോരെ, എൻ്റെ മകൻ ജീവിക്കണോ വേണ്ടോ എന്നുള്ളത് ഹല്ലേലൂയ എന്തായാലും അത് ഉറപ്പായിട്ട് ഞങ്ങൾ അതുവരെ ഞങ്ങൾ ചികിത്സിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുവാനിടയായി. मेरा बैंक बैलेंस 0 हो गया, मैं कर्जदार बन गया, मेरे घर के लोग, मेरा जमीन बिक गया, मेरा सब कुछ बिक गया, मेरे पास कुछ भी नहीं। ഈ 6 മാസ ചികിത്സയിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള സകല സ്വത്തുക്കളും വിൽക്കാണ്ട് വസ്തുവകകൾ സ്ഥലങ്ങൾ എല്ലാം തന്നെ വിറ്റാണ് എന്നെ ചികിത്സിച്ചു കൊണ്ടിരുന്നത്. मेरी माँ बाहर आई और बहुत रोने लगी, എൻ്റെ അമ്മ ഇത് പുറത്തു വന്നിട്ട് ഒത്തിരി കരയുവാനിടയായി. बहुत परेशान, मेरे पापा भी परेशान कि मैं अपने इकलौता बेटा को बचा नहीं पाऊंगा। എൻ്റെ മാതാപിതാക്കൾ വളരെയധികം ദുഃഖത്തിലായി നിരാശയിലായി അവരൊത്തിരി കരഞ്ഞ് എൻ്റെ മകനെ രക്ഷിക്കാൻ കഴിയില്ലേ എന്നോർത്ത് വിഷമിച്ചുകൊണ്ടിരുന്നു. हॉस्पिटल के कोना में गई और वो एक ही बात को सोच रही थी कि मैंने इतना पूजा पाठ किया, इतना भगवान को बुलाया, इतनी मन्नतें मांगी, लेकिन कुछ बदलाव नहीं आया मेरे बच्चे। അവർ രണ്ടുപേരും ആ ഹോസ്പിറ്റലിന്റെ ഒരു മൂലയിൽ കടന്നു നിന്നിട്ട് അവർ രണ്ടുപേരും ചിന്തിക്കുവാനിട, പരസ്പരം സംസാരിക്കുവാനിട, നമ്മൾ എത്രയോ നേർച്ച വഴിപാടുകൾ നടത്തി, പ്രാർത്ഥനകൾ നടത്തി, പൂജകൾ നടത്തി, എന്നിട്ടും എന്താ ഇത്രയും ദൈവങ്ങൾ, നമ്മൾ ഒരു ദൈവമെങ്കിലും നമ്മുടെ മകനെ രക്ഷിച്ചില്ലല്ലോ. मेरी माँ एक कोने में जाकर के बस अब रोने लगी कि और कहने लगी कि क्या इस संसार में कोई जीवता परमेश्वर है जो मेरे बच्चे को ठीक कर सकता है। ഹല്ലേലൂയ. എൻ്റെ മാതാവ് ആ വേറൊരു ഭാഗത്ത് കടന്നു നിന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന് പറയുവാനിടയായി, എന്താ ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിൽ ഒരു ദൈവമില്ലേ, ഒരു സർവശക്തനായ ദൈവമില്ലേ ഞങ്ങളുടെ എൻ്റെ മകനെ രക്ഷിക്കുവാനായി എന്ന് അവർ വിളിക്കുവാനിടയായി. मेरी माँ को मालूम नहीं कि कैसे क्या करना है, वो एकदम अपने रीति रिवाज के अनुसार पलती मार के उस कोने में बैठकर सिर्फ इतना ही बोल रही है और रोए जा रही है कि अगर इस संसार में कोई जिंदा ईश्वर है तो वो मेरे बेटे को बचा ले। അവർക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, ആരോട് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. എങ്കിലും എൻ്റെ മാതാവ് ഒരു മൂലയിൽ കടന്നു നിന്ന് ഇരുന്നിട്ട് അവിടെ പറയുക, ഈ പ്രപഞ്ചത്തിൽ ഒരു സേവ എന്ന് വിചാരിച്ചു. ആ കോമായിൽ നിന്നും പുറത്തു വന്ന് എനിക്ക് സുബോധം പറയുവാനിടയായി. जब मैं कोमा से बाहर आया, डॉक्टर भी अचंभित है कि कैसे ये कोमा से बाहर आ गया। ഞാൻ കോമയിൽ നിന്ന് പുറത്തു വന്നത് കണ്ടപ്പോൾ എന്നെ ചികിത്സിച്ച ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു പോയി. कुछ दिन, 2-3 दिन, 4 दिन के इलाज के बाद फिर डॉक्टर ने मेरे पापा मम्मी को बुला करके एक चुनौती फिर से सामने में रख दिया। 4-5 ദിവസത്തിന് ശേഷം എൻ്റെ ചികിത്സ കഴിഞ്ഞ് ഡോക്ടർ എൻ്റെ മാതാപിതാക്കളെ വിളിച്ചിട്ട് അവരുടെ മുമ്പിൽ മറ്റൊരു പ്രശ്നം പറയുവാനിടയായി. उन्होंने एक सर्टिफिकेट बना के दिया, അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നു. आपका बेटा कभी देख नहीं सकता। നിങ്ങളുടെ മകന് ഒരിക്കലും കാഴ്ചയുണ്ടാവില്ല. मेरी माँ, मेरे परिवार के लोग मुझे घर वापस लेके गए। എൻ്റെ കുടുംബക്കാരും എൻ്റെ മാതാപിതാക്കളും എന്നെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി. 2 महीना तक मैं ऐसे ही, मेरी माँ मुझे बाथरूम ले जाती है, नहाने के लिए ले जाती थी। 2 മാസത്തേക്ക് എൻ്റെ അമ്മയാണ് എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. मैं ये सोचने लगा कि मैं 17 साल का, 18 साल का लड़का, मेरी माँ मुझे नंगा देख रही है, कैसे मैं ये सहन कर सकता हूँ। मुझे बहुत दुख हुआ और मैंने ये भी सोचा कि अभी मेरी माँ जिंदा है, मेरी सेवा कर रही है, लेकिन मेरी माँ के मर जाने के बाद मेरा कौन ख्याल रखेगा।
ഞാൻ എൻ്റെ അമ്മ കുളിപ്പിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുവാനിടയായി, ഞാൻ 17-18 വയസ്സുള്ള ചെറുപ്പക്കാരനാ. പക്ഷേ എൻ്റെ അമ്മ എന്നെ നഗ്നനായി കണ്ട് എന്നെ കുളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ അമ്മ എന്നെ വിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയുടെ മരണശേഷം ആരെന്നെ ഇങ്ങനെ ചെയ്യും, ആരെന്നെ ശുശ്രൂഷിക്കും? मैं सोचा कि अब ऐसा जीवन हमको नहीं चाहिए जो दूसरे के ऊपर निर्भर हो. എനിക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എനിക്ക് ഇനി ഒരു ജീവിതം വേണ്ട എന്ന് ഞാൻ വിചാരിക്കുവാനിടയായി. मैंने सारा एक्सपायरी दवाई जो मेरे पापा के पास रहता था, वो सारा एक्सपायरी दवाई मैंने कचड़े से उठाया और ले जाके बाथरूम में खाने के लिए मैंने सोचा. അങ്ങനെ ഞാൻ സ്വയം മരിക്കുവാനായി തയ്യാറായി. അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ഓഫീസ് റൂമിൽ നിന്ന് എക്സ്പയറി കാലാവധി കഴിഞ്ഞ ഗുളികകളെല്ലാം ഞാൻ പെറുക്കിയെടുത്ത് എൻ്റെ ബാത്റൂമിൽ ചെന്ന് ഞാൻ ഒറ്റയ്ക്ക് ആ ഗുളികകളെല്ലാം കഴിക്കുവാനായി തുടങ്ങി. मैं वो दवा लेके बाथरूम में गया, बाथरूम को लगाया और जैसे ही मैं उठा करके इसको खाने के लिए कोशिश की. ഞാൻ ആ മരുന്ന് എടുത്തുകൊണ്ട്, ആ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ എടുത്തുകൊണ്ട് ബാത്റൂമിൽ പ്രവേശിച്ച ബാത്റൂമിലെ കതവ് അടച്ചതിന് ശേഷം വായിലേക്ക് ഇടുവാനായി തുടങ്ങുന്ന സമയത്ത് मैं एक आवाज को सुना, ഞാൻ ഒരു ശബ്ദം കേട്ടു, ये जीवन मेरा है, तू क्यों लेता है? ഇത് നിന്റെ ജീവൻ എന്റേതാണ്, നീ എങ്ങനെ അത് എടുക്കുവാനിടയാവും? मुझे लगा कि कोई है उस बाथरूम में. ഞാൻ വിചാരിച്ചു ഈ ബാത്റൂമിൽ വേറെ ആരോ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. मैं पूछने लगा कौन है, कौन है? ഞാൻ ഉടനെ ചോദിച്ചു, ഇത് ആരാ എന്ന് ചോദിക്കുവാനിടയായി. आवाज आया, मैं यीशु हूँ जो तेरे लिए बलिदान हुआ. ഹല്ലേലൂയ. ആ ശബ്ദം ഞാൻ കേൾക്കുവാനായി, ഞാൻ യേശുവാണ് നിനക്ക് തെരലിയെ बलिदान हुआ. ഞാൻ യേശുവാണ് നിനക്ക് വേണ്ടി ബലിയായ വ്യക്തി. क्या तू मेरा सेवा करेगा? നീ എൻ്റെ വേല ചെയ്യുമോ? मैंने पूछा कि अंधा होने के बाद मैं कैसे आपका सेवा करूंगा? കർത്താവേ, ഞാൻ അന്ധനാണല്ലോ, ഞാൻ അന്ധനായിരുന്ന് എങ്ങനെ അങ്ങയുടെ വേല ചെയ്യും, അങ്ങേക്ക് സേവ ചെയ്യും? He said, believe. അതെ, ഉടനെ യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിക്കാം. विश्वास करो. വിശ്വസിക്ക്. मैं वो चीज आत्महत्या करने का प्लान मैंने वहां खत्म किया और मैं माँ के पास आके सारी बातें जो बाथरूम में हुई मैंने माँ को बताया. मेरी माँ को विश्वास हो गया कि ये वही ईश्वर है जो मुझे हॉस्पिटल में मिला और मेरे बच्चे को आईसीयू से बाहर निकाला, और ये वही ईश्वर है जब आज मेरा बेटा जान लेने के लिए जा रहा था, फिर परमेश्वर ने, वही ईश्वर ने इसको बचा लिया. ഞാൻ ആ നിമിഷം തന്നെ എൻ്റെ കയ്യിലുള്ള ഗുളികളെല്ലാം കളഞ്ഞിട്ട് ആത്മഹത്യയുടെ ചിന്ത മാറ്റിവെച്ചിട്ട് ഓടിച്ചെന്നെ അമ്മയോട് നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ പറയുവാനിടയായി. അമ്മ അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, എന്നോട് ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ച അതേ യേശുവാണ് എൻ്റെ മകനോടും സംസാരിച്ചിരിക്കുന്നത്. എൻ്റെ മകനെ ഹോസ്പിറ്റലിൽ നിന്നും രക്ഷിച്ച അതേ യേശുവാണ് ഇപ്പോൾ എൻ്റെ മകനെ ആത്മഹത്യയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നതെന്ന് എൻ്റെ അമ്മ പറയുവാനിടയായി. वो चर्च को ढूंढने लगी. അന്നു മുതൽ യേശുവിനെ ആരാധിക്കുന്ന ആരാധനാലയം അന്വേഷിക്കുവാൻ തുടങ്ങി. उनको मालूम नहीं था कि चर्च है करके, मंदिर कहाँ है, एक जो क्रूस पर लटकने वाला ईश्वर है, हमको उनके पास जाना है, वो कैसे जाएंगे करके खोजने लगी. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, യേശു കർത്താവ് ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന രൂപങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരാധന എവിടെ നടക്കും, ആ ദൈവത്തെ ആരാധിക്കുന്നത് എവിടെയാണെന്ന് എൻ്റെ അമ്മ അന്വേഷിച്ച് നടക്കുവാനിടയായി. तो संजोग से उनके दिमाग में एक ख्याल आया कि मेरा तो दामाद जो है वो तो शायद ऐसा ही कुछ प्रार्थना वगैरह के लिए बात कर रहा था, हम उसको बताते हैं. ആ സമയത്താണ് എൻ്റെ മാതാവിന് പെട്ടെന്നൊരു ഓർമ്മ വന്നത്, എൻ്റെ മരുമകന് അന്ന് ഈ ദൈവത്തെക്കുറിച്ച് പറയുവാനിടയായല്ലോ, അപ്പം ആ മരുമകൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകും എന്ന് വിചാരിച്ച് മരുമകനെ വിളിക്കുവാനിടയായി. उसने बताया कि एक जगह चर्च चलता है नेपाल बॉर्डर के पास, आप उधर शनिवार को आ जाइए करके. അപ്പോഴേക്കും എൻ്റെ അളിയൻ പറയുവാനിടയായി, ശനിയാഴ്ച ഗോരഖ്പൂരിൽ അവിടെ ഒരു ബോർഡർ ലൈനിന് അടുത്തായിട്ടുള്ള ഒരു സഭ ആരാധന നടക്കുന്നുണ്ട്, അവിടത്തേക്ക് ശനിയാഴ്ച ദിവസം കടന്നു വരിക എന്ന് പറയുവാനിടയായി. मैं उधर गया ഞാൻ അവിടെ ചെന്നു. और जाकर के जैसे ही प्रार्थना में बैठा, ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. वहां पर एक गीत चल रहा था, आराधना हो आराधना खुदावंद यीशु की आराधना. അവിടെ ഒരു പാട്ട് എല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആരാധന ഹോ ആരാധന ഖുദാവന്ദ യേശു की ആരാധന എന്ന ഗാനം. तो मैं सोचा कि यहाँ पर क्यों मम्मी ले आई हमको, और मैं वो सारा बात जो मेरे साथ घटा, मेरी माँ ने जो बताया, वो सब कुछ मैं भूल गया. അവിടെ വന്ന് ഇരുന്നപ്പോൾ വാസ്തവത്തിൽ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതും എനിക്ക് ബാത്റൂമിൽ സംഭവിച്ചതെല്ലാം ഞാൻ മറന്നുപോയിട്ട് ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാനിടയായി. फिर मेरे दिमाग में ये बात आया कि डॉक्टर इतना पढ़ा लिखा है, वो ठीक नहीं कर पाया,
पैसा इतना रुपया खर्चा किए वो ठीक नहीं कर पाया, साइंस बोलता है कुछ ईश्वर करके है नहीं, फिर ये मम्मी हमको कहाँ लेके आई। ആ ഞാൻ അവിടെ നിന്ന് ചിന്തിക്കുവാനിടയായി. ഡോക്ടർ നല്ല കഴിവുള്ള വ്യക്തിയാ, ആ വ്യക്തിക്ക് എന്നെ ചികിത്സിച്ച് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അവർ എത്രയോ പണം നമ്മൾ ചിലക്ക് വലിയ വലിയ ചികിത്സകൾ നമ്മൾ ചെയ്തു, എന്നിട്ടും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. എത്രയോ ദേവിദേവന്മാരെ പൂജിച്ചിട്ടും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. പിന്നെ ഇത് ആരാ എന്നെ സൗഖ്യമാക്കുന്ന ആള്? मम्मी को बोला मुझे जाने दीजिए मम्मी, ഞാൻ അപ്പോൾ എൻ്റെ മാതാവിനോട് പറഞ്ഞു, അമ്മ എന്നെ ഒന്ന് പറഞ്ഞയച്ചേര്. लेकिन मैं उठ के अकेले तो नहीं जा सकता, मेरी मम्मी मुझे लेके जाएगी तभी हम जा सकते എനിക്ക് हैं। കണ്ണ് കാഴ്ചയില്ലാത്തതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടന്നു പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മുടെ സഹായം കൂടിയേ തീരൂ. मेरी माँ बोली चुपचाप बैठ जाओ इधर। അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പറഞ്ഞു, മിണ്ടാതെ അവിടെ ഇരുന്നോണം. लास्ट में सब प्रार्थना खत्म हुआ तो पास्टर जी प्रार्थना करने के लिए ऐसा बोले कि यदि किसी के पास कोई बीमारी है वो अपना हाथ उस बीमारी पर रखे, मैं प्रार्थना करूंगा, परमेश्वर उसको छूकर चंगा करे। പ്രാർത്ഥനാ യോഗമെല്ലാം കഴിഞ്ഞു. ഒടുവിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ ആ ഉള്ള സ്ഥലത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ചോളൂ, അവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. मैं हाथ रखते रखते ये सोचा कि प्रभु अगर सचमुच में आप ईश्वर हैं, और मैं वो सारी बातें जो मेरे साथ घटा वो सब भूल गया, और मैं सिर्फ इतना ही बोला, यदि आप चाहते हैं कि मैं सेवा करूं आपका, आप मुझे चंगा करें। അവിടെ ഇത് കേട്ട മാത്രമേ ഞാൻ പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി. ഈ കർത്താവിനോട് സംസാരിച്ചതെല്ലാം ഞാൻ പൂർണ്ണമായിട്ട് മറന്നുപോയി. എങ്കിലും ഞാൻ പറഞ്ഞു, കർത്താവെ യഥാർത്ഥത്തിൽ അങ്ങാണ് ദൈവമെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കരമെടുത്ത് വെച്ചു. पास्टर ने प्रार्थना किया, പാസ്റ്റർ പ്രാർത്ഥിച്ചു, खत्म हो गया। പ്രാർത്ഥന കഴിഞ്ഞു. देन हम आसानी से इधर उधर घूम रहे हैं। പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ തുടങ്ങി. घर जाने के लिए अभी ट्रेन के लिए हमको वेट करना है आधा घंटा। ഇനി അരമണിക്കൂർ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കണം വീട്ടിലേക്ക് എത്തണമെങ്കിൽ. तो उस क्रम में मेरे शरीर में एक ऐसा जैसे लगा कि मेरे शरीर में कुछ आग जैसा जल रहा है। പക്ഷേ ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തീ കത്തുന്ന പോലെ ഒരു അനുഭവം. और कुछ ही देर में मेरा आंख में इतना लहर आया जैसे लगा मेरे आंख से कुछ निकल गया। क्या है? मेरे आंख से कुछ निकल गया, लहर, ഓ, जलन। ആ ഹാ ഹാ അച്ഛാ, അയ്യോ, ഇത് സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ശരീരത്തിലെ ചൂട് കൂടി കൂടി വന്ന് എൻ്റെ കണ്ണിലൂടെ ഈ ചൂട് പുറത്തേക്ക് ബഹിർഗമിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നി ഈ കണ്ണ് പുറത്തേക്ക് തള്ളി പുറത്തു പോവുകയാണോ എന്ന് തോന്നി. मैं मम्मी को बोलने लगा, मुझे मम्मी दिखाई दे रहा है लेकिन धुंधला दिखाई दे रहा है, साफ साफ नहीं दिखाई दे रहा। പക്ഷെ പെട്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് പതുക്കെ കാണാം, പക്ഷെ കുറച്ചേ കാണത്തുള്ളൂ, ശരിക്കും കാണുന്നില്ല, പക്ഷെ എനിക്ക് കാഴ്ച വന്നു തുടങ്ങി എന്ന് പറയുവാനിടയായി. मुझे तुरंत वहाँ से फिर वेस्ट बंगाल डॉक्टर के पास ले जाया गया। ഉടനെ അപ്പോൾ തന്നെ എൻ്റെ മാതാപിതാവ് എന്നെ വെസ്റ്റ് ബംഗാളിലെ പഴയ ഡോക്ടറെ അടുത്ത് എന്നെ കൊണ്ടുപോകാനിടയായി. डॉक्टर का सवाल ये होना था कि आपको क्या दिक्कत है, लेकिन उसके बजाय वो हमसे पूछ रहा है कि आपको जो है सो गले में दर्द है, खाने में दिक्कत हो रहा है, सांस लेने में दिक्कत हो रहा है, खाना पच नहीं रहा है। मैं बोला सर ये सब प्रॉब्लम नहीं है, मेरा बात ये है कि मैं थोड़ा सा देख पा रहा हूँ। അവിടെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഡോക്ടർ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നതിന് പകരമായി നിങ്ങൾക്ക് തൊണ്ടവേദനയാണോ, കഴുത്തുവേദനയാണോ, വയറുവേദനയാണോ, പനിയാണോ, എന്താണ്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം, എനിക്ക് കണ്ണിന് കാഴ്ച പതുക്കെ പതുക്കെ കിട്ടി തുടങ്ങിയിരിക്കുന്നു. और वो जब मेरा रिपोर्ट वगैरह देख रहा था तो उसमें देखा कि मैं, हमारा जो बोर्ड मेंबर है वो सब मिलके इसमें तो डिसेबल का सर्टिफिकेट लगा दिए, जीवन भर देख नहीं सकता, फिर ये कैसे बोल रहा है कि हम देख सकते हैं। और मुझे पूछा कि क्या तुम मुझे बेवकूफ़ समझ रहे हो। അത് ഈ ഞാൻ പറഞ്ഞത് കേട്ട് മാത്രമല്ല, ഡോക്ടർ എൻ്റെ ഞങ്ങളുടെ ഫയലുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 10ഓളം ഡോക്ടർമാർ എന്നെ ചെക്ക് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും കാഴ്ച ലഭിക്കില്ല, ഈ വ്യക്തി അന്ധനാണെന്നുള്ള അന്ധതയ്ക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് തന്നിട്ട് അത് കണ്ടതിന് ശേഷം ഇദ്ദേഹത്തിന് സംശയം. അപ്പോൾ അദ്ദേഹം ചോദിക്കാം, നീ എന്നെ മണ്ടനാന്ന് വിചാരിച്ചോ, നീ എന്നോട് ഇങ്ങനെ പറയുന്നത്? फिर मैंने बोला सर आपको वैसा नहीं समझ रहे, बेवकूफ़ नहीं समझ रहे, लेकिन सच्ची बात है मैं देख पा रहा हूँ। तो इमीडिएटली उन्होंने बोला कि टीवी पर क्या चल रहा है इधर बताओगा के। അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ നിങ്ങളെ മണ്ടനാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് തീർച്ചയായിട്ടും കണ്ണിന് കാഴ്ച വന്നിട്ടുണ്ട്, എനിക്ക് കാണുവാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞ് ടി വിയിൽ നോക്കിയിട്ട് അവിടെ എന്താ കാണുന്നതെന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. मैं उनके चैम्बर में थोड़ा सा आगे बढ़ा और देखा ऐसे करके बड़ा ध्यान से, ओ आज तक चैनल जो टीवी चैनल न्यूज़ चैनल है वो चल रहा है। ഞാൻ കുറച്ച് അടുത്ത് ചെന്നിട്ട് ടി വിയിലേക്ക് ഒന്ന് ഉറ്റുനോക്കി, എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ ടി വിയിലെ ആജ് തക്കിന്റെ ചാനലാ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുവാനിടയായി. और वो मुझे एक जांच के लिए ले गया, टेस्ट പിന്നെ के लिए। ഇത് കേട്ട മാത്രം ഡോക്ടർ എന്നെ കൊണ്ട് വീണ്ടും പരിശോധനയ്ക്ക് വിധേയനാക്കി. मुंह झुका के एकदम शर्म से आगे आया मेरे पापा के पास।
എന്നിട്ട് തല താഴ്ത്തിക്കൊണ്ട് ലജ്ജിതനായി എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഡോക്ടർ കടന്നു വന്നു. बोला मैंने जांच किया है, आपका बेटा का एक छोटा सा ऑपरेशन करना है, एक परत है उसको हटाना है, 5,000 रुपया सर उधर जमा कर दीजिए, आपका बेटा का हम अभी देख लेते हैं, वो ठीक हो जाएगा. അപ്പോൾ എൻ്റെ പിതാവിനോട് ഈ ഡോക്ടർ പറയുവാനിടയായി, നിങ്ങളുടെ മകന് കാഴ്ച കിട്ടി തുടങ്ങിയിട്ടുണ്ട്, ഒരു ചെറിയൊരു ഓപ്പറേഷൻ്റെ ആവശ്യമുള്ളൂ, ഒരു 5,000 രൂപ നിങ്ങളൊന്ന് അടച്ച് കെട്ടിവെക്കണം, ചെറിയൊരു പാട പോലെ ഉണ്ട്, അതങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നന്നായി കാഴ്ച വരുമെന്ന് പറയുവാനിടയായി. और मैं उस दिन से लेकर आज तक मेरा चश्मे का नंबर नहीं बदला, बस हम सेफ्टी के लिए चश्मा पहनते हैं और मोटरसाइकिल हम 350 450 किलोमीटर रेगुलर चलाकर सेवा करते हैं. परमेश्वर हमें इस्तेमाल कर रहा है. അന്ന് ആ ദിവസം മുതൽ ഇന്ന് വരെ ഞാൻ കണ്ണട വെക്കുന്നത് കണ്ണിൻ്റെ പ്രശ്നത്തിനായിട്ടല്ല, എനിക്ക് കണ്ണിൻ്റെ പവർ മാറിയിട്ടില്ല, അതേ പവർ തന്നെയാണ്. പക്ഷേ ഞാൻ 300 350 400 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मैं सोच रहा था कि क्यों परमेश्वर ने मुझे चुना. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത്? हमारा जीवन में अगर परमेश्वर गवाही दिया है, इसका मतलब है कि परमेश्वर मेरे जीवन से कुछ लेना चाहता है. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർത്താവിന് എന്നെക്കുറിച്ച് എന്നിൽ നിന്ന് എന്തോ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. मैं प्रार्थना करना शुरू किया. ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. मेरे पापा प्रार्थना करना शुरू എൻ്റെ किया. പിതാവ് പ്രാർത്ഥിക്കുവാൻ मेरे തുടങ്ങി. मम्मी प्रार्थना करना शुरू എൻ്റെ किया. മാതാവ് പ്രാർത്ഥിക്കാൻ मेरी തുടങ്ങി. बहन प्रार्थना करना शुरू എൻ്റെ की. സഹോദരി പ്രാർത്ഥിക്കുവാൻ जैसे തുടങ്ങി. जैसे हम प्रार्थना करते गए, അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിൽ മുന്നേറിക്കൊണ്ടിരുന്നു. मेरे परिवार से श्राप हटते गया. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ശാപം പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരുന്നു. मेरे पापा जो शराब पी करके प्रत्येक दिन मेरे माँ से झगड़ा करते थे, अब वो मेरे माँ के लिए प्रार्थना करने लगे. എൻ്റെ പിതാവ് നേരെ പഴയ സമയങ്ങളിൽ മദ്യപിച്ച് എൻ്റെ മാതാവിനോട് വഴക്കുണ്ടാക്കുമായിരുന്നു, അടിയുണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അച്ഛനെ ഞാൻ കാണുന്നു. उन दोनों के बीच में प्रेम बहुत बढ़ने लगा. അവരുടെ മധ്യ എൻ്റെ മാതാപിതാക്കളുടെ ഇടയിൽ നല്ല സ്നേഹബന്ധം വലുതായി. मेरे पापा हार्ट डिजीज से परेशान थे और ब्लड प्रेशर का और ये इकोस्प्रिन और ये सारे जो हार्ट के दवाई थे वो खाया करते थे. എൻ്റെ പിതാവിന് ഹൃദയ സംബന്ധമായ രോഗമുണ്ടായിരുന്നു. എക്കോസ്പ്രിൻ എന്നുള്ള ഗുളികയൊക്കെ നിരന്തരം കഴിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ പിതാവിന് ഹൃദയം അസൗഖ്യമായി വന്നിടയായി. जैसे उनका नशा छूटा और प्रार्थना करने लगे, वो दवाई भी छोड़ दिए. അങ്ങനെ दवाई छोड़ दी. അങ്ങനെ ആ എക്കോസ്പ്രിൻ കഴിച്ചുകൊണ്ടിരുന്ന പിതാവിന് സൗഖ്യം കിട്ടിയപ്പോൾ ആ ഗുളിക പിന്നെ കഴിക്കേണ്ടി വന്നിട്ടില്ല. मेरी बहन जो एक साधारण लड़की थी, वो अच्छा एग्जाम में पास करने लगी. എൻ്റെ സഹോദരി ഒരു സാധാരണ ഒരു വിദ്യാഭ്യാസത്തിൽ വലിയ കഴിവുള്ളവരില്ല, പക്ഷേ നല്ല ഉന്നതമായ പരീക്ഷകൾ പാസ്സാകുവാൻ തുടങ്ങി. वो खेलते खेलते नेशनल वॉलीबॉल चैंपियन बन गई. അങ്ങനെ അവർ കളിയിൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ളായിരുന്നു എൻ്റെ സഹോദരി. അത് കളിച്ച് വോളിബോൾ നാഷണൽ വോളിബോൾ ചാമ്പ്യനായി മാറി. हमारे बिहार का सीएम उसको अवार्ड देके गया. ഞങ്ങളുടെ ബീഹാറിലെ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വ്യക്തി എൻ്റെ സഹോദരിക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്. लेकिन अभी तक ना मैं डॉक्टर बना ना इंजीनियर बना, मैं क्या बनना, मेरे पास अभी भी सवाल है, प्रभु मुझे क्या करना, मुझे क्या सेवा करना आपका. അപ്പോഴും ഞാൻ ഒന്നുമായില്ല. എൻ്റെ സഹോദരിയൊക്കെ വലിയ ലെവലിൽ എത്തിയെങ്കിലും ഞാൻ ഒന്നുമായില്ല. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, കർത്താവേ, ഞാൻ അങ്ങേക്ക് എപ്രകാരമുള്ള വേലയാണ് ചെയ്യേണ്ടത്? मैं पास्टर के साथ डफली लेके वो टैमरिन लेके जाने लगा और प्रार्थना करने लगा गांव में. ഞാൻ ഗ്രാമങ്ങളിൽ ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ പോകുമ്പോൾ കൂടെ ഈ അടിക്കുന്ന ഡോലക്ക് എന്നൊരു സംഭവമുണ്ട്, ടാമറിനുണ്ട്, ഇതെല്ലാം വെച്ചുകൊണ്ട് പോയിട്ട് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. 5-7 साल हम पास्टर के साथ जीवन बिताने के बाद हमारा कलीसिया जो है करीब और 8-10 जिलों में पहुंच गया. 8-10 ജില്ലോ में. അങ്ങനെ ഞാൻ എൻ്റെ കർത്തൃദാസന്റെ കൂടെ തന്നെ ജൈവവേല ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 7 വർഷം പിന്നിട്ടപ്പോൾ അനവധി 7-8 ജില്ലകളിലായി ഞങ്ങളുടെ ഈ ആരാധനകൾ തുടങ്ങുവാനിടയായി. हमारा कलीसिया में एक बहुत बड़ा विरोध भी हुआ. विरोध ഞങ്ങളുടെ കൂട്ടായ്മയിൽ വലിയ വിരോധവും ഞങ്ങളുടെ ദേശത്ത് വിരോധമുണ്ടായി. यहाँ पर भीड़ लोग प्रार्थना में आना शुरू किए. അവിടെ ഒത്തിരി ആൾക്കാർ കൂട്ടമായി പ്രാർത്ഥനയ്ക്കായി കടന്നു വരുവാൻ തുടങ്ങി. तो वहां इतना बड़ा विरोध हुआ कि उधर प्रार्थना करना बंद जैसा लग रहा था कि उधर उस जगह में प्रार्थना नहीं हो पाएगा. അങ്ങനെ സമൂഹത്തിലുള്ള മനുഷ്യര് സുവിശേഷ വിരോധികൾ അവിടെ വളരെ ശക്തമായിട്ട് ഇത്രയും കൂട്ടങ്ങളെ കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല. അങ്ങനെ ഈ പ്രാർത്ഥന നിർത്തലാക്കണമെന്ന് അവർ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. तो मैंने पास्टर को बोला, आपको अभी कहीं नहीं जाना, आप रहिए, मैं प्रार्थना के लिए उस जगह में जाऊंगा. അങ്ങനെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾ പോകണ്ട, പ്രശ്നമുണ്ടല്ലോ, ഇനി ഞാൻ
പോകാം അവിടെ പ്രാർത്ഥിക്കാൻ. मकान मालिक बोलने लगा कि नहीं, मैं आपको जो है सो यहाँ प्रार्थना के लिए अनुमति नहीं दूंगा. അവിടുത്തെ കെട്ടിട ഉടമ പറഞ്ഞു, ഇനി നിങ്ങൾ ഇനി ഇവിടെ പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട അനുവാദമില്ല. फिर मैंने सोचा कि चलिए आप नहीं दीजिएगा, लेकिन हम विश्वासी के घर में जाके प्रार्थना चलाएंगे. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, ഇനി വിശ്വാസികളുടെ ഭവനങ്ങളിൽ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. हम जोर जोर से डफली बजा के उधर प्रार्थना करना शुरू किए. ഞങ്ങളുടെ കയ്യിലെ കൈത്താളങ്ങളും ടാമറിനൊക്കെ അടിച്ച് ചെണ്ടയൊക്കെ കൊട്ടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമായിരുന്നു. 2011 में हमको विरोध का सामना करना पड़ा, लेकिन परमेश्वर का कृपा से आज उस जगह में करीब 40 परिवार यीशु मसीह में है. 2011 വളരെ ശക്തമായ പ്രതികൂലങ്ങൾ ഞങ്ങളെ ആഞ്ഞടിച്ചു. എങ്കിലും ഇന്ന് അവിടെ 40ഓളം കുടുംബങ്ങൾ കർത്താവിലാണ്. വലിയൊരു കൂട്ടായ്മയായിരിക്കുകയാണ്. मेरा पास्टर ने अपना जमीन थोड़ा सा दान दे दिया और वहां पर एक अच्छा चर्च बन गया और आज वहां पर बहुत जोर शोर से एकदम अच्छे मजे से सेवा हो रहा है. ഞങ്ങളുടെ കർത്തൃദാസൻ അവിടെ തന്റെ സ്ഥലത്ത് നിന്ന് കുറച്ച് വസ്തു കർത്താവിന്റെ വേലയ്ക്കായി കൊടുത്തു. അവിടെ ഞങ്ങൾ ഒരു ആരാധനാലയം പണിതു. ഇന്ന് അവിടെ ശക്തിയോടെ ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. लेकिन अभी तक मुझे मालूम नहीं कि मुझे किस प्रकार का सेवकाई के लिए परमेश्वर ने बुलाया. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഇന്നുവരെയും എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല, ദൈവം എൻ്റെ യേശു എങ്ങനെയുള്ള സുവിശേഷ വേലയാണ് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന്. मेरा भैया, मेरा परिवार का लोग कहने लगा कि क्या भीख मांगने वाला जैसा तुम टैमरिल लेके उधर गीत गाने के लिए जाते हो. ഞാൻ എൻ്റെ സഹോദരന്മാർ ബന്ധുക്കളെല്ലാം അവർ പറയുവാനിടയായി, നീ എന്നെ ഒരു യാചകനെ പോലെ ഓരോ വീടുകളിലും പോയിട്ട് പാട്ട് പാടിക്കൊണ്ട് നടക്കണത്. मेरा रिश्तेदार, मेरा परिवार का लोग मुझे छोड़ छोड़ के जाने लगा. അങ്ങനെ എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ വിട്ട് പതുക്കെ പതുക്കെ പിന്മാറുവാൻ തുടങ്ങി. 2012 में मैंने बाइबल कॉलेज में जाने का निर्णय लिया. 2012 ഞാൻ വേദപഠനത്തിനായിട്ട് ബൈബിൾ കോളേജിലേക്ക് പോകാനിടയായി. और मैंने पढ़ाई किया BTH का. ഞാൻ BTH പഠിച്ചു. और पास्टर ने बेस उसी क्रम में मेरा शादी भी फिक्स कर दिया अपने भांजी से. भांजी से सिस्टर डॉटर. ആ ദേവദാസനാണെങ്കിൽ ഞാൻ ബൈബിൾ കോളേജ് പഠിച്ച് BTH കംപ്ലീറ്റ് ആയപ്പോൾ കർത്താവിന്റെ ദാസൻ തന്റെ ഭാര്യ സഹോദരിയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചു. मेरी वाइफ भी BD सेनेट ऑफ सरामपुर से की. എൻ്റെ ഭാര്യ BD सेनेट ऑफ सरामपुर. BD പഠിച്ചത് സെനറ്റ് ഓഫ് സറാംപൂരിൽ നിന്നാണ്. वो पहली लड़की है नेपाल से, जिस गांव से वो गई वहां पर वो जब पढ़ने के लिए गई, लोग मेरे पास्टर को मुझे पकड़ के एकदम बांध लिया, बोला तू मेरे भांजी को, मेरे बेटी को बेच लिया है. എൻ്റെ ഭാര്യയെ അവിടെ ബൈബിൾ കോളേജിൽ വിടുന്ന സമയത്ത് അയൽക്കാരും ബന്ധുക്കളെല്ലാം അവർ പാസ്റ്ററിനെ കോളറിൽ പിടിച്ചിട്ട് ശക്തമായിട്ട് എൻ്റെ മകളെ നിങ്ങൾ വിൽക്കാൻ കൊണ്ടുപോവാണോ എന്നാണ് ചോദിച്ചത്. मेरा पास्टर 1 साल तक अपने बहन से मिलने तक नहीं गया. എൻ്റെ പാസ്റ്റർ തൻ്റെ സഹോദരിയെ കാണാൻ 1 വർഷം വരെ പോകാതിരുന്നു. लेकिन जब वो कॉलेज से वापस आई तो मेरा पास्टर उसको मोटरसाइकिल पर बैठा के उनको घर लेके गया. പക്ഷേ 1 വർഷമായിട്ട് പോകാതിരുന്ന ആളെ എൻ്റെ വൈഫ് ബൈബിൾ കോളേജ് പഠിച്ച് പഠനം പൂർത്തീകരിച്ച് വന്നപ്പോൾ മോട്ടോർ ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോകാനിടയായി. ये लड़की कभी हिंदी थोड़ा जानती है, नेपाली पूरा जानती है, हिंदी ज़्यादा जानती नहीं, लेकिन आज वो उस गांव में लड़के लोगों से बात कर रहे हैं, फ़ोन पे जो बात कर रहे हैं वो अंग्रेजी में बात कर रहे हैं. देख करके उनके चाचा लोग, उनके परिवार का लोग ऐसा शौक हो गए. അവൾക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഹിന്ദി നന്നായിട്ട് അറിഞ്ഞുകൂടാ, നേപ്പാളി കുറച്ച് അറിയാം. പക്ഷേ ഇന്ന് എൻ്റെ ഭാര്യ മറ്റുള്ളവരോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷിലാണ് കാര്യങ്ങൾ ഇത് കണ്ട് എൻ്റെ കൊച്ചച്ചന്മാരും അവരുടെ ബന്ധുക്കളെല്ലാം അത്ഭുതപ്പെടുവാനിടയായി. मेरा शादी पास्टर ने उस लड़की से करवा दिया. ആ സഹോദരിയുമായിട്ടാ എൻ്റെ കല്യാണം എൻ്റെ പാസ്റ്റർ ചെയ്യിച്ചത്. शादी होने के बाद हम लोग सोचे कि चलो ठीक है, अभी हम लोगों का पढ़ाई कैसे करना है करके हम लोग सोचे. हम लोग पढ़ाई करने लगे और जैसे ही हमारा 1 साल और अब फिनिश होने वाला है और हम प्लान कर रहे हैं कि अब क्या करना है करके हम प्रार्थना और उपवास में समय व्यतीत कर रहे हैं. ഇപ്പോഴും ഞങ്ങൾ വിവാഹം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനം കഴിഞ്ഞിട്ട് ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. जब मैं बाइबल कॉलेज में गया पढ़ने के लिए, मेरा 1 साल का कोर्स छूट गया था क्योंकि शादी हो जाने के बाद फिर मेरे घर में कुछ प्रॉब्लम, फैमिली इशू आने के बाद हम जा नहीं पाए. लेकिन उस क्रम में हमको एक बेटा भी हो गया. ഞങ്ങൾ 1 വർഷത്തോളം സമയം എനിക്ക് പഠനം ഇടയിൽ നിന്നുപോയായിരുന്നു. കുടുംബത്തിലെ ചില സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ വന്ന സമയത്ത് കോളേജിൽ 1 വർഷം പഠിക്കാൻ പറ്റില്ല. പക്ഷേ ആ സമയത്ത് എനിക്കൊരു കുഞ്ഞുമുണ്ടായി. मेरी वाइफ को मेरी माँ बोली कि सुनो, तुम एक काम करो, परमेश्वर का सेवकाई के लिए तुम निकलो और 1 साल का जो कोर्स अभी बाकी है वो जाके तुम गुंटूर में जाके खत्म करके आओ.
എൻ്റെ മാതാവ് പറഞ്ഞു എൻ്റെ ഭാര്യയോട്, നിനക്കിനി 1 വർഷം കൂടി പഠിക്കാനുണ്ടല്ലോ, ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം, നീ ധൈര്യമായിട്ട് പോയി പഠിക്ക്. मेरी माँ जैसे ही बोली और बोली कि तुम चिंता का, मैं मेरे से आके बोलने लगी हम कैसे 6 महीना के बच्चे को छोड़ के जा सकते हैं. അപ്പോൾ എൻ്റെ ഭാര്യ പറയുവാനിടയായി, എങ്ങനെ അമ്മ 6 മാസം കുഞ്ഞിനെ അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവൂലേ, കുഞ്ഞിനും ബുദ്ധിമുട്ടല്ലേ. मैंने बोला मैं हूँ यहाँ पर तुम्हारे बच्चे को देखने के लिए. അപ്പോൾ ഞാൻ പറയുവാനിടയായി, നീ പേടിക്കണ്ട, നീ പോയി പഠിക്ക്, ഞാൻ നമ്മുടെ കുഞ്ഞിനെ നോക്കാം. मैं उनका देखभाल करने लगा, उनका टिकट वगैरह करके उनको हम बाइबल कॉलेज में पढ़ने के लिए भेज दिए. അങ്ങനെ ഞാൻ ആ കുഞ്ഞിനെ നോക്കാൻ തയ്യാറായപ്പോൾ എൻ്റെ ഭാര്യ ബൈബിൾ കോളേജിലേക്ക് പഠിക്കുവാൻ വീണ്ടും പോയി. उसके 1 महीने के बाद मुझे भी एक कॉलेज से कॉल लेटर आ गया कि सर जी आप आ जाइए पढ़ने के लिए. അതിൻ്റെ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു കോളേജിൽ നിന്നും എനിക്ക് പഠിക്കാനുള്ള ഒരു കോൾ ലെറ്റർ വന്നു. मैं अपने बेटे को उधर ही छोड़ दिया माँ के पास. मेरी माँ बोली तू काहे चिंता कर रहा है, हम है ना देखने के लिए, तू जाओ पढ़ने. അപ്പോൾ എൻ്റെ അമ്മ എന്നെ ധൈര്യപ്പെടുത്തി, മോനെ നീ വിഷമിക്കണ്ട, നീ പോയി പഠിക്ക്, കർത്താവിൻ്റെ വചനം പഠിക്ക്, ഞാൻ ഈ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം. तुमको मेरा जिंदा परमेश्वर का सेवा करना है. നിനക്ക് എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടതാണ്. और मैंने क्या किया, उधर बाइबल कॉलेज में जब 1 महीना बीत गया, मेरी वाइफ पूछ रही है कहाँ है मेरा बेटा, कैसा है मेरा बेटा. मैं बोला बेटा तो बिहार में है, हम तो बैंगलोर में हैं. मैं तो बिहार में हूँ, मैं तो बिहार में नहीं हूँ, मेरा बेटा बिहार में है और मैं बैंगलोर में पढ़ाई कर रहा हूँ. 1 മാസം കഴിഞ്ഞ് ഞാൻ അവൻ്റെ കുഞ്ഞിനെ വിളിച്ചു നോക്കി, ഞാൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്, എൻ്റെ കുഞ്ഞ് ബീഹാറിലാണ്. मेरी वाइफ बहुत गुस्सा की मुझ पे. എൻ്റെ ഭാര്യ ഇത് കേട്ട മാത്രമേ എന്നോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. फिर मैंने बोला कोई बात नहीं, एक वचन को पढ़ो, उत्पत्ति 12 अध्याय 1 वचन 2 वचन 3 वचन. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, വിഷമിക്കേണ്ട, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1, 2, 3 വാക്യം ഒന്ന് നീ വായിക്ക്. हमको परमेश्वर के राज्य के लिए सब कुछ छोड़ना पड़ेगा. നമുക്ക് ദൈവ രാജ്യത്തിന് വേണ്ടി സകലതും ഉപേക്ഷിക്കേണ്ടവരാകുന്നു നമ്മൾ. मेरा परमेश्वर सारा देखभाल कर लेगा. എൻ്റെ ദൈവം എല്ലാം ശരിയാക്കും, എല്ലാം സംരക്ഷിക്കും. जब मैं ग्रेजुएट हो गया और जब मैं प्रार्थना कर रहा था, तब मुझे एक मैगजीन में मिशन इंडिया के बारे में पता चला. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് ഒരു മാഗസിനിലൂടെ, പുസ്തകത്തിലൂടെ മിഷൻ ഇന്ത്യയുടെ കാര്യം ഞാൻ കേൾക്കുവാനിടയായി. और मैं सेवा करना शुरू किया मिशन इंडिया के साथ. അങ്ങനെ ഞാൻ മിഷൻ ഇന്ത്യയുടെ കൂടെ ചേർന്ന് നിന്ന് ദൈവവേല ചെയ്യുവാൻ തുടങ്ങി. उन्होंने 22 साल से सेवा किया उधर. 22 साल उधर मिशन इंडिया, मेरे से पहले 22 साल उन्होंने सेवा किया. മിഷൻ ഇന്ത്യ, ഞാൻ അവിടെ മിഷൻ ഇന്ത്യ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 22 വർഷം മുമ്പായി അവിടെ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. सेवा उतना अच्छा नहीं हो रहा था. അവിടെ വളരെ നല്ല രീതിയിലുള്ള ഒരു സുവിശേഷ വേല നടക്കുന്നില്ലായിരുന്നു. क्योंकि बिहार इज द ग्रेवयार्ड ऑफ द मिशनरी. ബീഹാർ മിഷണറിമാരുടെ ശവകുടീരമാണെന്നാണ് അറിയപ്പെടുന്നത്. मैं प्रार्थना करने लगा, प्रभु मैं क्या करूं, मुझे एक और अपॉर्चुनिटी मिला. बैंगलोर में 40,000 सैलरी देंगे, तुमको इधर रहना है, गाड़ी देंगे, बंगला देंगे, तुम इधर आके हिंदी, बंगाली, मैथिली, भोजपुरी बोलने वाले लोगों के बीच में सेवा करो. അവിടെ ഞാനിങ്ങനെ വളരെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ എനിക്കൊരു വിളി വന്നു. അവിടെ 40,000 രൂപ ശമ്പളത്തിന് നല്ല വീടും വണ്ടി എല്ലാം തരാം, നീ ഇവിടെ ഭോജ്പൂരി അതുപോലെ ബീഹാറി സംസാരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നീ സേവ ചെയ്യണമെന്ന് വിളിക്കുകയുണ്ടായി. मैं जब प्रार्थना किया, परमेश्वर ने मुझे दिखाया, मैं परमेश्वर के आंख से आंसू गिर रहा है. बोला तू नहीं जाएगा बिहार तो कौन जाएगा. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ദർശനം കാണുവാനിടയായി. എൻ്റെ കർത്താവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഇറങ്ങുന്നതായിട്ട്. അപ്പോൾ കർത്താവിനെ എനിക്കൊരു ശബ്ദം ഞാൻ കേട്ടു, നീ ബീഹാറിൽ പോയില്ലെങ്കിൽ ഞാൻ ഇനി ആരെ അയക്കും ബീഹാറിലേക്കെന്ന്. और मैं बिहार पहुंच गया. അങ്ങനെ ഞാൻ ബീഹാറിലേക്ക് പുറപ്പെട്ടു. वहां पर हमने सेवा शुरू किया. അവിടെ ഞങ്ങൾ ദൈവവേല ആരംഭിച്ചു. हालेलुया, ഹല്ലേലൂയ, हालेलुया. परमेश्वर ने हमें सेवकाई में बहुत मदद किया. അങ്ങനെ ഞങ്ങളുടെ സുവിശേഷ വേലയിൽ കർത്താവ് ഞങ്ങളെ വളരെയധികം സഹായിച്ചു. एक वचन को हम लोग पढ़ लेंगे. ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. न्यायों का किताब, ജഡ്ജസ് പുസ്തകം 4:14. 4 അധ്യായം 40-ാമത്തെ വാക്യം അല്ലേ? 4:14. 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. Can someone read? ആരെങ്കിലും അത് വായിച്ച് സഹായിക്കാമോ? आमेन. एक बार जोरदार ताली बजा करके परमेश्वर को धन्यवाद. കൈയുടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. दबोरा ने बाराक से कहा, ദെബോര ബാരാക്കിനോട് പറഞ്ഞു, उठ, എഴുന്നേൽക്ക, क्योंकि आज वह दिन है എന്നാൽ ഇന്നാണ് ആ ദിവസം,
जिसमें यहोवा ഈ ദിവസത്തിൽ യഹോവ सीसरा को तेरे हाथ में कर देगा। സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. क्या यहोवा എന്താ യഹോവ तेरे आगे नहीं निकला? ദൈവം നിന്റെ മുന്നിൽ ഇറങ്ങിയില്ലേ? हम आज इस वचन पर थोड़ा मनन करेंगे। ഇന്ന് ആ വചനത്തിൽ നിന്നും കുറച്ച് ചിന്തിക്കാം. यहाँ पर जो दबोरा बाराक से बात कर रही है कि क्या यहोवा तेरे आगे नहीं निकला है, और यहाँ पर एक बात और कहती है कि परमेश्वर क्या करेगा, सीसरा को तेरे हाथ में कर देगा। ദെബോര ബാരാക്കിനോട് പറയുകയാണ്, സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ദൈവം നിന്റെ കൂടെയുണ്ട്. ये उस समय का बात है जब अभी तक लड़ाई का योजना तैयारी नहीं हुआ है, अभी करना ही तैयार, लड़ाई हो ही नहीं रहा है अभी। അവിടെ യുദ്ധം നടക്കാനുള്ള യാതൊരു സാഹചര്യമില്ല, അപ്പോഴാണ് ഈ സംസാരം അവിടെ ഉണ്ടാകുന്നത്. लेकिन यहाँ पर दबोरा उसको बाराक को कह रहा है कि सीसरा को परमेश्वर ने तेरे हाथ में कर दिया है। അവിടെ യുദ്ധത്തിന്റെ യാതൊരു ശ്രുതിയില്ല, യുദ്ധത്തിനോട് ഒരു പദ്ധതിയുമില്ല. പക്ഷേ അപ്പൊ തന്നെ ദെബോര പറയുകയാണ് ബാരാക്കിനോട്, സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. अभी तक मिनिस्ट्री, अभी तक मेरे जीवन में जो कुछ हो रहा है, हमारे जीवन में क्या होने वाला है करके कुछ भी मालूम नहीं, लेकिन कह रहा है जीत आपका है। ഇവിടെ എന്ത് സംഭവിക്കും, എന്ത് ചെയ്യണമെന്ന് ഒരു പദ്ധതിയുമില്ല. പക്ഷേ അപ്പോൾ തന്നെ ദൈവം പറയുകയാണ്, ജയം നിന്റേതാണെന്ന്. Hallelujah. 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 It is a great joy that you people are taking fasting and prayer and sitting in front of God and asking God, bless this nation, this Kerala, this Bihar. You are asking for that. ഇത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട്, കർത്താവെ ഞങ്ങൾ കേരളത്തെ തരണമേ, ഇന്ത്യയെ തരണമേ, ബീഹാറിനെ തരണമേ എന്ന് എല്ലാ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വലിയൊരു സൗഭാഗ്യകരമായ കാര്യമാണ്. Whatever situation you are going through, God is saying up. ഏത് പ്രതികൂലത്തിന്റെ നടുവിലാണോ, ഏത് സാഹചര്യത്തിലൂടെയാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ദൈവം പറയുന്നു അവിടെ നിങ്ങൾ ഇരിക്കേണ്ട, നിങ്ങൾ എഴുന്നേൽക്ക. आप हो सकता है अपने परिवार में, अपने जीवन में आर्थिक कमजोरियों से होकर गुजर रहे हैं, बीमारी से होकर गुजर रहे हैं, कष्ट से होकर गुजर रहे हैं. God is saying to you, raise up. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ പലവിധമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകളിൽ നിങ്ങൾ പ്രയാസപ്പെട്ട്, രോഗങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുമായിരിക്കും. അപ്പോൾ തന്നെ കർത്താവ് നിങ്ങളോട് പറയുന്നത്, എഴുന്നേൽക്ക, എഴുന്നേൽക്ക. हालेलुया. आप किसी भी परिस्थिति से होकर क्यों न जा रहे हैं, परमेश्वर के पास एक योजना है, प्लान है. उस प्लान के तहत परमेश्वर आपके जीवन में काम करेगा. നിങ്ങൾ ഏത് പ്രതികൂലത്തിനോട് പോയാലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ അത് വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയാകും. मैं सोच रहा था मैं नेहमिया के समान शायद मैं आकर के बिहार के बारे में मैं बता रहा हूं, लेकिन मुझे बहुत खुशी का बात है कि आप नेहमिया के समान जब आप प्रार्थना कर रहे हैं, वह बदलाव शायद हो सकता है कि इधर ना हो, वो पूरा बिहार में, नॉर्थ इंडिया में बदलाव होने के लिए जा रहा है. ഞാൻ വിചാരിക്കുക നെഹമ്യാവിനെ പോലെ അവിടെ നിന്നുള്ള വാർത്തകൾ വന്ന് ഇവിടെ പറയുവാനായിട്ട് ഞാൻ വന്നുവെന്ന്. പക്ഷേ അതിനേക്കാളും സന്തോഷകരമായ കാര്യം, നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ വലിയ ദൈവവേല പ്രവൃത്തി തുടങ്ങുകയാണ്. हो सकता है आप यहां से जा नहीं सकते, ले हो सकता है कि आप आर्थिक रीति से मदद नहीं कर सकते, लेकिन आपका उपवास, आपका प्रार्थना पूरे नॉर्थ इंडिया को बदलने के लिए जा रहा है. ഒരുപക്ഷെ നിങ്ങൾക്ക് സാമ്പത്തികമായി കൊടുക്കുവാൻ കഴിയില്ലായിരിക്കാം, ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി പ്രവർത്തിക്കുവാൻ കഴിയും. ഇന്ത്യയിൽ അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഇടയാക്കി. हालेलुया. हालेलुया. मैं जब इधर आता हूं, मैं नॉर्थ इंडिया में जब सेवा करता हूं, लोग मुझसे पूछते हैं आप क्या करते हो. ഞാനിവിടെ വരുമ്പോൾ, നോർത്ത് ഇന്ത്യ എന്ന് വരുന്നെന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യുവാ നോർത്ത് ഇന്ത്യയില്? मैं बोलता हूं मैं या तो वकील हूं या तो समाज सेवक हूं. मैं ऐसा बोलता हूं. ഞാൻ പറയും ഞാൻ വക്കീലിനെ പോലെയാണ്, അല്ലെങ്കിൽ സമൂഹ സേവകനെ പോലെയാണെന്ന്. लेकिन जैसे ही साउथ इंडिया में एंटर करता हूं, പക്ഷേ ഞാൻ സൗത്ത് ഇന്ത്യയിലേക്ക് കയറുമ്പോൾ തന്നെ मैं बोलता नहीं हूं कि मैं वकील हूं या समाज से, मैं पास्टर हूं. സൗത്ത് ഇന്ത്യ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമാ. എനിക്ക് ഞാൻ വക്കീലൊന്നും പറയത്തില്ല, സമൂഹ സേവകനൊന്നും പറയത്തില്ല, ഞാൻ പാസ്റ്ററാണെന്ന് പറയും. अगर बिहार में बोलेंगे पास्टर है तो पास्टर को एकदम पीट के रख देगा. ബീഹാറിൽ ഇതുപോലെ ഞാൻ പാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ അവിടെ അടിച്ചിരുത്തി കളയും. बट नो, ये साउथ इंडिया में इतना दिक्कत नहीं है. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. हाउ साउथ इंडिया में क्यों दिक्कत नहीं है? എന്തുകൊണ്ടാ സൗത്ത് ഇന്ത്യയിൽ ഈ പ്രശ്നമില്ലാതിരിക്കുന്നത്? Because our forefathers they prayed like anything. Forefathers prayed like. हमारा
prayed like anything. वो बहुत നമ്മുടെ പൂർവികർ ഈ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലുള്ള പൂർവികർ അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാ ഇന്ന് നമ്മൾ സ്വതന്ത്രമായി ആരാധിക്കുന്നത്. उन्होंने ईमानदारी के साथ सेवा किया इधर. അവർ സത്യസന്ധമായി ദൈവവേല ചെയ്തിട്ടുണ്ട്. उन्होंने एक दर्शन के साथ सेवा किया इधर. അവരൊരു ദൈവിക ദർശനത്തിലൂടെ ദൈവവേല ചെയ്തിരുന്നത്. परमेश्वर का कृपा हो गया इस पर. അതുകൊണ്ട് ഈ സൗത്ത് ഇന്ത്യയിലെ ദൈവത്തിന്റെ വലിയ കൃപ വ്യാപരിച്ചിരിക്കുകയാണ്. यही आशीष आपके द्वारा हमारे द्वारा वो बिहार में और नॉर्थ इंडिया में छत्तीसगढ़ में मध्य प्रदेश में होने के लिए जा रहा है. ഇന്ന് നമ്മളുടെ പ്രാർത്ഥന മുഖാന്തരം നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും അനേകരുടെ പ്രാർത്ഥന മുഖാന്തരം ബീഹാറിലും ഛത്തീസ്ഗഡിലും നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ ദൈവവേല നടക്കാൻ പോവുകയാണ്. हो सकता है आप यहाँ पर आए हैं अपने कष्ट को लेकर, प्रभु मेरे दुख को मेरे परेशानियों को निकाल करके हटा दीजिए, लेकिन आपका प्रार्थना वो हटाने के साथ साथ बिहार में नॉर्थ इंडिया में एक बड़ा बदलाव लेकर के आएगा. നിങ്ങൾ കടന്നു വന്നത് നിങ്ങളുടെ വിവിധങ്ങളായ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദൈവമേ അതിൽ നിന്ന് വിടുവിക്കണമേ, കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കാനായിരിക്കും ഇവിടെ വന്നത്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം അവിടെ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. हम लोग स्वार्थी नहीं है, केवल हम अपने लिए नहीं प्रार्थना करते. वचन कहता है दूसरों के लिए प्रार्थना किया करो. നമ്മൾ സ്വാർത്ഥരല്ല, നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാൻ ദൈവവചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. परमेश्वर का वचन में कहता है तुम परमेश्वर और उसकी राज्य की खोज करो, जो कुछ चाहोगे वो तुम्हें मिल जाएगा. വിശുദ്ധ വേദപുസ്തകത്തിൽ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ സകലതും നിനക്ക് ചേർക്കപ്പെടും. मे भी आप यहाँ पर आकर के परमेश्वर के राज्य के लिए प्रार्थना कर रहे हैं, अपने जीवन में परमेश्वर, अपने परिवार में परमेश्वर का राज्य को मांग रहे हैं, लेकिन आपके जीवन में जब इस राज्य के लिए मांग रहे हैं, प्रभु आपके जीवन में काम करने के लिए जा रहा है. നിങ്ങൾ ഇവിടെ വന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവരാജ്യത്തിന്റെ ശക്തി എൻ്റെ കുടുംബത്തിൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഉണ്ടാകുന്നത് മാത്രമല്ല, നമ്മുടെ ദേശത്തിലും ദൈവ പ്രവൃത്തി ഉണ്ടാകും. कई बार हम लोग सोचते हैं कि हम जो प्रार्थना कर रहे हैं हमारा प्रार्थना सुना जा रहा है कि नहीं, हमारा उपवास सुना जा रहा है कि नहीं, लेकिन हम आपको ये बात बताना चाहते हैं कि मेरा परमेश्वर आपके लिए पहले से प्लान बना करके रख दिया कि जीत आपका है. പലപ്പോഴും നമ്മൾ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് തോന്നാറുണ്ട്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ, എൻ്റെ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ടോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ധൈര്യത്തിനായിട്ട് ഞാൻ പറയട്ടെ, കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കും മുമ്പേ നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിരിക്കുകയാണ്. हालेलुया. शैतान आपके जीवन में समस्या को लाने का प्लान बना रहा है, लेकिन सबसे पहला परमेश्वर ने आपको पहले बताया कि शैतान को हराने का ताकत आपके पांव में दे दिया. പിശാചായവൻ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കൊണ്ടുവരുവാൻ പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ദൈവം മുന്നമേ അവന്റെ തലയെ തകർത്തിരിക്കുകയാണെന്ന്. हालेलुया. 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 इसीलिए परमेश्वर का वचन यहाँ पर कहता है, उठ, आज का ही यह दिन है, ये बदलाव होने के लिए जा रहा है. അതുകൊണ്ടാണ് തിരുവചനം ഈ പ്രകാരം പറയുന്നത്, എഴുന്നേൽക്ക, ഇന്ന് നിന്റെ ശത്രു നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. हालेलुया. 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 परमेश्वर, हम लोग कई बार जब बिहार में हम लोग सेवा करते हैं, हम कई बार बिहार में देखे हमारे लोगों को कोई मार दिया. अभी हाल ही में एक हमने बहुत बड़ा उधर पटना में एक क्रूसेड प्रोग्राम किया था. आकर के हमारे एक सेवक जो केरल से है, उसके माथा पे हेलमेट से इतना जोर से वार किया कि वो कोमा में चला गया. उसका ट्रीटमेंट चल रहा है, उसका परिवार का स्थिति खराब है. कैन यू इमेजिन? ये सिचुएशन है हमारा देश का, हमारे जगह का. അവിടെ വളരെ പ്രതികൂലങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മുമ്പായി പാറ്റ്നയിൽ ഞങ്ങൾ വലിയൊരു ക്രൂസേഡ് നടത്തുമ്പോൾ അവിടെ കേരളത്തിൽ നിന്ന് വന്നൊരു ദൈവദാസൻ അതിന്റെ ലീഡിംഗ് നിന്നത് ഹെൽമെറ്റ് കൊണ്ട് തലക്കടിച്ച് ആ തലക്കടി കൊണ്ട് ദൈവദാസൻ ഇന്ന് കോമയിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം പ്രതികൂലങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. क्या इस परिस्थिति में मैं परमेश्वर का सेवा कर पाऊंगा करके मैं अपने आप में सवाल करता हूं. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, ഇത്രയും പ്രതിസന്ധികളുടെ നടുവിൽ എനിക്ക് ദൈവവേല ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. मैं कई बार सवाल करने के लिए सोचता हूं, आप भी सोचते होंगे कि क्या इस प्रतिकूल परिस्थिति में क्या हम उस जगह के सेवकाई को कर पाएंगे कि नहीं कर पाएंगे. പലപ്പോഴും ഒരുപക്ഷെ എന്നെ പോലെ നിങ്ങളും ചിന്തിച്ചു കാണും, ഇത്രയും പ്രതികൂലങ്ങളുടെ നടുവിൽ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല സാധ്യമാണോ, ദൈവപ്രവൃത്തി അവിടെ നടക്കുമോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. जब लोग आ रहे हैं
जो इस परिस्थिति में हमें सेवा करने के लिए रोक रहा है? क्या हम इस परिस्थिति में परमेश्वर का सेवा कर पाएंगे कि नहीं कर पाएंगे करके सवाल पूछते हैं। തകർക്കുവാൻ നോക്കുമ്പോൾ ഇത് സാധ്യമാകുമോ എന്ന് പലപ്പോഴും ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. हालेलुया। लेकिन आज परमेश्वर का वचन कहता है, പക്ഷേ ഇന്ന് ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, उठ, എഴുന്നേൽക്ക, क्योंकि आज वह दिन है ഇന്നാണ് ആ ദിവസം. परमेश्वर हमको हमारे शत्रुओं को हमारे हाथों में कर देगा। ദൈവം ശത്രുക്കളെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. हालेलुया, हालेलुया। हालेलुया। सब कभी कभी हम लोग सोचते हैं क्यों ऐसा हो रहा है। വല്ലപ്പോഴും മിക്കപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. हालेलुया। कई बार हम लोग ऐसा सोचते हैं कि हमारा परिस्थिति ऐसा क्यों है। പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുന്നത്. हम ऐसा परिस्थिति से होकर क्यों गुजर रहे हैं। എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. हमारे जीवन में दुख क्यों है। എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കഷ്ടവും ദുഃഖവും വരുന്നത്. हमारे जीवन में परेशानियां क्यों है। എന്തുകൊണ്ടാണ് നമ്മൾ പ്രതികൂലങ്ങൾ ഇത്ര നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നത്. हम जिस जॉब को कर रहे हैं उस जॉब में हम आगे क्यों नहीं बढ़ पा रहे हैं। ഒരു ജോലി ചെയ്യുമ്പോൾ പോലും ഒരു പ്രവൃത്തിയിൽ പോലും നമുക്ക് മുന്നേറാൻ കഴിയാത്തത് എന്തുകൊണ്ടാ. जो बॉस है वो हमको दबा रहा है। जो बॉस है हमारा वो दबा रहा है। നമ്മുടെ തലവരായിരിക്കുന്ന അധികാരികൾ നമ്മളെ അടിച്ചമർത്താൻ നോക്കുകയാണ്. परमेश्वर हर बातों को जानता है। ദൈവം എല്ലാം അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. कुछ भी आपके जीवन में जो हो रहा है वो ऐसा नहीं कि परमेश्वर नहीं जानता। ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. हालेलुया। ഹല്ലേലൂയ. एक वचन को और निकालेंगे। ഒരു വചനം കൂടി നമുക്ക് വായിക്കാം. न्यायों का किताब उसका 3रा अध्याय उसका 2रा पद से। ജഡ്ജസ് മൂന്നാം അധ്യായം 2ാമത്തെ വാക്യം. 2रा पद से 2ാമത്തെ വാക്യത്തിൽ മുതൽ വായിക്കണം. യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിക്കേണ്ടതിനുമായി യഹോവ വച്ചിരിക്കുന്ന ജാതികളാവിത്. Can you read one onwards? ഒന്നാമത്തെ വാക്യം കൂടി വായിച്ചാട്ടെ. ഒന്നാമത്തെ വാക്യം. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വച്ചിരിക്കുന്ന ജാതികളാണ്. Okay, continues. വീണ്ടും വായിക്കാം. ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും സീദോര്യരും ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലെബാനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ മോശ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പന. हालेलुया। परमेश्वर ने ये इजरायली लोगों को इनके हाथ में, कनानी लोगों के हाथ में गुलामी में उनको 20 साल तक रखा। കനാന്യരുടെ ഇടയിൽ 20 വർഷത്തോളം ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരുന്നു. वो इसलिए रखा, എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. क्योंकि ये लोग जो थे वो नए पीढ़ी के लोग थे. എന്തുകൊണ്ടെന്നാൽ ഇവർ പുതിയ തലമുറയുടെ വ്യക്തികളായിരുന്നു. वो नहीं जानते थे कि युद्ध कैसे लड़ा जाता है. ഈ പുതിയ തലമുറക്കാർക്ക് എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. परमेश्वर ने उनके बाप दादाओं के साथ कैसे व्यवहार करके उनको शत्रुओं के हाथ से छुड़ाया, बचाया और मदद किया. അവർ ദൈവം തങ്ങളുടെ പൂർവികരെ എങ്ങനെയാണ് ബലപ്പെടുത്തി ധൈര്യശാലികളാക്കി യുദ്ധം അഭ്യസിപ്പിച്ച് ശത്രുക്കളെ തോൽപ്പിക്കാനും അവരിൽ നിന്ന് അവരെ ഓടിക്കാനൊക്കെ ദൈവം എങ്ങനെ സഹായിച്ചു എന്നുള്ളത് ഇവർ അറിയുന്നില്ല. इसीलिए परमेश्वर ने उनको शिक्षा देने के लिए, बुद्धि देने के लिए, वो युद्ध सिखाने के लिए उनको उस परिस्थिति में रखा. അതുകൊണ്ട് ഈ യുദ്ധം അഭ്യസിക്കാൻ വേണ്ടി അവരെ യുദ്ധത്തിന് നടുവിൽ ദൈവം ആക്കി വെച്ചു. हालेलुया, आमेन, हालेलुया, हालेलुया। एक बात नहीं है, यहाँ पर हम 2 बातों को देख सकते हैं. पहला बात यह है कि परमेश्वर के पीछे पूरा चलने के लिए सौंपना है, इसको परखने के लिए. पूरा चलने के लिए हमको परखता है परमेश्वर कि हम पूरा प्रभु के वचन पे चलेंगे कि नहीं. ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം നമ്മളെ പരീക്ഷിച്ചറിയുകയാണ്. നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ കർത്താവിൽ വിശ്വസ്തനായി ജീവിക്കുമോ, മരണപര്യന്തം വിശ്വസ്തനായി ഇരിക്കുമോ എന്ന് ദൈവം അറിയുവാൻ ആഗ്രഹിക്കുകയാണ്. और दूसरा, शैतान को, शत्रु को हराने के लिए हमारे पास क्या सामर्थ्य है. രണ്ടാമത്തെ കാര്യം, ദൈവം അറിയുവാൻ ആഗ്രഹിക്കുന്നു പിശാചിനെ തോൽപ്പിക്കുവാൻ നമ്മൾ എപ്രകാരം നമ്മുടെ കയ്യിൽ കഴിവുണ്ട്, ആ കഴിവിനെ എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തുമെന്ന് അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
हम इस बात पर विश्वास करते हैं कि आज अगर मैं मसीह में हूँ तो उसमें केरल का पूरा पूरा भागीदारी है, पूरा पूरा उनका मेहनत है, उनका प्रार्थना है। നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് വേണ്ടി സേവ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ അനേക ജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. हालेलुया। ആമേൻ. जो प्रकाशन परमेश्वर ने शायद 1970 से लेकर के करीब 1990 1995 तक 95 ईस्वी तक जो रिवाइवल था, लोग जो सेवा करने के लिए नॉर्थ इंडिया में जा रहे थे, वो आज के पीढ़ी में नहीं है। 1970 കാലഘട്ടം മുതൽ 1995 കാലം വരെ നോർത്ത് ഇന്ത്യയിലേക്ക് കേരളത്തിൽ നിന്നും ഒത്തിരി സുവിശേഷ വേലക്കാർ കടന്നു ചെന്നിട്ടുണ്ട്, ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇവിടെ നിന്നും അങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. सही बोल रहे हैं ना? ഞാൻ പറഞ്ഞത് ശരിയാണോ? I need that kind of revival in our life. ഞാൻ ആഗ്രഹിക്കുന്നത് അപ്രകാരമുള്ള ഒരു ഉണർവിന് വേണ്ടിയാണ്. हालेलुया, हालेलुया, हालेलुया। इसीलिए परमेश्वर ने पूरे भारत में इस प्रकार का परिस्थिति ला करके रखा है कि परमेश्वर अपने लोगों के द्वारा इस अनुकूल परिस्थिति में, विपरीत परिस्थिति में भी हमें जयवंत करके देगा। അതുകൊണ്ടാണ് ദൈവം പ്രതികൂലങ്ങളെ നമ്മുടെ മധ്യേ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രതികൂലങ്ങളെ ദൈവം അനുവദിച്ചത് എന്തെന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് ദൈവവേല ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. मैं सेवकाई के लिए करीब 1 महीने से घर से बाहर हूँ। ഞാൻ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നും പുറത്താണ്. मेरा वाइफ प्रेग्नेंट है, अभी उनको 2 बच्चा कंसीव हुआ था, जुड़वा बच्चा पेट में अभी कंसीव हुआ था, लेकिन 2 महीने के बाद उनका डेथ हो गया, एक बच्चे का डेथ हो गया और एक बच्चा अभी अलाइव है। എൻ്റെ പത്നി, എൻ്റെ ഭാര്യയ്ക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു, ഗർഭവതിയാണ്. അവൾ 2 ട്വിൻസിനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു കുഞ്ഞ് ഗർഭത്തിന് അകത്ത് വെച്ച് തന്നെ മരിക്കുവാനിടയായി. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. हमारे पास ऑलरेडी एक बेटा है और एक बेटी है। बेटा 10 साल का है, बेटी 6 साल की है और अभी वो एक बच्चे को कंसीव कर पाई। ഞങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ എനിക്ക് 10 വയസ്സുള്ള മകനും 6 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട്. ഇപ്പോൾ തന്നെയാണ് എൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായിരിക്കുന്നത്. मेरी वाइफ बोली मेरे पेट में अभी 2 बच्चा है, जुड़वा बच्चा है। എൻ്റെ ഭാര്യ പറയുവാനിടെ എൻ്റെ ഉദരത്തിൽ ഇപ്പം 2 കുഞ്ഞുങ്ങളുണ്ട്. मैं बहुत खुश हो गया। ഞാൻ വളരെ സന്തോഷവാനായി. लेकिन शैतान हमारे जीवन में नुकसान का प्लान करता है। പക്ഷേ പിശാചായവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷത്തെ തകർക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കും. और एक बच्चा कैसे न कैसे 2 महीने के बाद खराब हो गया। 2 മാസത്തിന് ശേഷം ആ 2 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് മരിക്കുവാനിടയായി ഗർഭാവസ്ഥയിൽ തന്നെ. मैं डॉक्टर से मिला, ഞാൻ ഡോക്ടറെ കണ്ടു. डॉक्टर बोला कि आपको क्या करना चाहिए, इसको एबॉर्ट कर देना चाहिए, आगे का अभी प्लान नहीं करना है, आप इसको ख़त्म कर दीजिए। मैंने बोला मैं एक सेवक हूँ, मैं जीवन देने वाला हूँ, लेने वाला नहीं, फिर मैं कैसे इस बच्चे का नुकसान करूँ। അപ്പോൾ ഒരു കുട്ടി മരിച്ചു പോയെങ്കിലും ഒരു കുട്ടി ജീവനോടെ ഉണ്ട്. പക്ഷേ ഡോക്ടർ പറയുവാനിടയായി മുഴുവനായും 2 കുഞ്ഞുങ്ങളെയും അബോർട്ട് ചെയ്ത് കളയണം, ആ മരിച്ച കുട്ടിയോട് ചേർത്ത് ജീവനുള്ള കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജീവൻ കൊടുക്കുന്നവനാണ്, ജീവൻ എടുക്കുന്നവനല്ല, എനിക്ക് ജീവൻ നിലനിർത്തണമെന്ന് ഞാൻ പറയുവാനിടയായി. मैं 3 दिन उपवास रखा और उसको हटाने के लिए प्लान नहीं किया। मैं प्रार्थना करते रहा, प्रभु आपकी बेटी है, मैं आपका सेवा कर रहा हूँ, आपको मेरे परिवार का सेवा करना पड़ेगा। ഞാൻ 3 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലിരുന്നു. കർത്താവേ, അത് എൻ്റെ ഭാര്യയാണെങ്കിലും അങ്ങയുടെ മകളാണ്, ഞാൻ അങ്ങയുടെ വേലയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തെക്കുറിച്ച് അങ്ങേക്കുണ്ട് ആഗ്രഹം, അത് അങ്ങ് പ്രവർത്തിക്കണമേ. मैं फिर डॉक्टर के पास गया। വീണ്ടും ഞാൻ ഡോക്ടറുടെ അടുത്ത് ചെന്നു ഉപവാസത്തിന് ശേഷം. डॉक्टर बोल रहा है गुस्सा से कि आप क्या समझते हैं, ये यीशु मसीह आपको पूरा ठीक कर देगा, ऐसा थोड़ी होता है सर जी, आप विश्वास करते हैं अच्छी बात है, लेकिन फिर भी हमको बहुत गुस्सा है आपके ऊपर, ये सही बात नहीं, आप उनके माँ से खेलवाड़ कर रहे ഞാൻ हैं। ഡോക്ടറോട് ചെന്നപ്പോൾ തന്നെ ഡോക്ടർ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തോന്ന് മനുഷ്യനാ, നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ യേശു എന്നെ സൗഖ്യമാക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ ഇങ്ങനെയുള്ളൊരു മോശമായ കാര്യം നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഭാര്യയോട് കൂടെ? मैं शाम को फिर डॉक्टर के पास വീണ്ടും വൈകുന്നേരം ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. अब डॉक्टर को बोला सर एक बार कोशिश करके देखिए ना सर। ഞാൻ ഡോക്ടറോട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഡോക്ടർ പ്ലീസ് ഒരിക്കൽ കൂടി ഒന്ന് ശ്രമിച്ചു നോക്കണേ. वो करीब एकदम लंबा चौड़ा लिस्ट जांच का ला करके दे दिया। मैंने जांच कराया, सब नॉर्मल रहा। डॉक्टर बोला अभी भी बच्चा को रखना है, टेंशन नहीं लेना है। अभी मेरी वाइफ 9वां महीना में चली गई है, 23 जुलाई को उसका ऑपरेशन का डेट है।
ഞാൻ അതിനുശേഷം ഡോക്ടർ പറഞ്ഞ പോലെ വലിയൊരു ലിസ്റ്റ് തന്നു, സ്കാൻ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഒക്കെ. ആ ലിസ്റ്റ് പ്രകാരം എല്ലാ സ്കാനിങ്ങും ടെസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ അത് നോക്കിയതിന് ശേഷം അത് നിരീക്ഷിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു ഇനിയൊരു കുഴപ്പമില്ല, നമുക്കിത് നിലനിർത്താം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ 9ാം മാസം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എത്രയും വേഗം എൻ്റെ ഭാര്യയുടെ പ്രസവം നടക്കും. अब मैं सोचा कि मैं पूरा 1 महीना से घर से बाहर हूँ. പക്ഷേ ഈ സമയങ്ങളിൽ ഒരു മാസമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണ് ദൈവവേലയായിട്ട് ബന്ധപ്പെട്ട്. पटना में सेवा किया, പാറ്റ്നയിൽ ഞാൻ ദൈവവേല ചെയ്തു, अंबाला में सेवा किया, അംബാലയിൽ ദൈവവേല ചെയ്തു, सहारनपुर में सेवा किया, സഹാരൻപൂരിൽ ഞാൻ ദൈവവേല ചെയ്തു, नागपुर में 2 चर्च में जाके सेवा किया, നാഗ്പൂരിൽ 2 സ്ഥലങ്ങളിൽ പോയി ഞാൻ ആരാധന ചെയ്തു. चेन्नई में 2-3 जगह जाके सेवा किया, ചെന്നൈയിലും 2-3 സ്ഥലങ്ങളിൽ പോയി ഞാൻ ദൈവവേല ചെയ്തു, सेलम में जाके सेवा किया, സേലത്തിൽ പോയി ദൈവവേല ചെയ്തു. उधर से अभी इधर आकर सेवा कर रहा हूँ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യേ വന്ന് 12 तारीख को वापस जा रहे हैं हम बैंगलोर. ഇനി ഞങ്ങൾ വീണ്ടും ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. उधर भी जाकर के प्रार्थना, मेरा मित्र है उसके इधर जाके प्रार्थना करने के लिए प्लान कर रहे हैं हम. അവിടെ ചെന്നും ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. 23 तारीख को डॉक्टर ने उसका इलाज के लिए 1 लाख रुपया बोला देने के लिए. 23-ാം തീയതി ഡോക്ടർ പറഞ്ഞേക്കുന്നത് അവര് എൻ്റെ ഭാര്യയ്ക്ക് ചികിത്സിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡെലിവറിയുടെ ബന്ധപ്പെട്ട 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. मेरे पास रुपया नहीं है. എൻ്റെ കയ്യിൽ പണമില്ല. हम स्टेट लीडर हैं मिशन इंडिया का, ഞാൻ മിഷൻ ഇന്ത്യയുടെ പ്രവർത്തകനാണ്. बट उतना उनके पास अभी वो ताकत नहीं कि वो हमको अभी दे उतना सारे वर्कर्स को मदद कर सके. लेकिन परमेश्वर हमारा उधर है जो मुझे मदद करेगा. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിഷൻ ഇന്ത്യയ്ക്കും അതുപോലെ വലിയൊരു ഫണ്ട് തരുവാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. मेरा दर्शन ये है कि मैं अपने लोगों के बीच में, मैं अपने कलीसिया में जाकर आपके लोगों के बीच, आप जैसे लोगों के बीच में जाकर मैं अपने बिहार के बारे में, उसके दुर्दशा के बारे में, उनके तकलीफ के बारे में मैं आपका ध्यान उधर केंद्रित करने का कोशिश करता हूं. मैं वो बात समझ नहीं पाया. मुझे परमेश्वर ने दर्शन दिया बिहार के सेवकाई के लिए, इसीलिए अलग अलग जगहों में जाकर बिहार के सेवकाई के बारे में मैं बताता हूं ताकि लोगों का ध्यान हमारे बिहार की ओर केंद्र हो. समझ लिया, धन्यवाद. ഞാനിപ്പോൾ എനിക്കൊരു ദർശനമുണ്ട്. എൻ്റെ ദർശനം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ചെന്ന് ഞങ്ങളുടെ ബീഹാറിനെ കുറിച്ച് യഥാർത്ഥമായ ആ പിക്ചർ, യഥാർത്ഥമായ അവിടുത്തെ അവസ്ഥകളെ ലോകത്തിലെ ദൈവമക്കളെ അറിയിക്കുവാനും ദൈവമക്കളുടെ ഈ പ്രാർത്ഥന ബീഹാറിൻ്റെ വിടുതലിന് വേണ്ടിയും ബീഹാറിൻ്റെ നോർത്ത് ഇന്ത്യയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും കാരണമായി തീരേണ്ടതിനായിട്ടാണ് ഇന്ന് ഞാൻ ആ ദർശനത്തോടെ കടന്നു വന്നിരിക്കുന്നത്. बिहार में कई बार ऐसा समस्या आता है जब हमारा पास्टर बिना इलाज के कारण मर जाता है. ബീഹാറിലെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചികിത്സ കിട്ടാതെ അനവധി പേര് മരിച്ചു പോകാറുണ്ട്. हमारे पास उतना अच्छा हॉस्पिटल नहीं. जो अच्छा हॉस्पिटल है उसमें एक बार इलाज करने का मतलब है उसमें कम से कम लाखों रुपया खर्चा करना है. അവിടെ നല്ല ഹോസ്പിറ്റലുകളില്ല, ആശുപത്രികളില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ അവിടെ ചെലവാകുന്നുണ്ട്. उन बच्चों के लिए अभी जो पास्टर मर गया उनका कम से कम 5 बच्चे अभी है. उनका 3 बेटी 2 बेटा. अभी 3 बेटी का शादी करना, 2 बेटे का पढ़ाई लिखाई, सब छोटे छोटे बच्चे हैं. अभी उसकी माँ एक सरकारी जगह में जाके प्राइवेट काम करती, झाड़ू और पोछा मारती है. ഒരു ദേവദാസൻ മരണപ്പെട്ടു പോയപ്പോൾ ആ ദേവദാസന്റെ പത്നിക്ക് ദേവദാസന് 5 മക്കളുണ്ടായിരുന്നു. 5 മക്കളെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഈ ദേവദാസി ഒരു സ്ഥലത്ത് दफ्तर में किसी दफ्तर में कोई ഓഫീസുകളിൽ ചെന്ന് അവിടെ ഓഫീസുകൾ തൂക്കാനും തുടയ്ക്കാനുമുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. पास्टर का पत्नी अभी दूसरे के घर में जाके झाड़ू और पोछा लगा रही है. कितना मेरा दिल टूटेगा. ഒരു ദൈവദാസന്റെ ഭാര്യ ഇങ്ങനെ അന്യ സ്ഥലങ്ങളിൽ പോയി എന്നെ ഓഫീസിൽ പോയി ഇങ്ങനെ തൂക്കുകയും തുടയ്ക്കുകയും ചെയ്യുന്നത് ദൈവനാമത്തിന് ദൂഷ്യമല്ലേ? उनका बच्चा लोग अभी खाने के लिए तरसता है, कभी पूरा पैसा नहीं मिलता. उनके लिए कौन दुख उठाएगा? അവരുടെ 5 മക്കൾക്ക് ഇന്ന് ആഹാരം കഴിക്കാൻ പോലും വകയില്ല. ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ വേണ്ടി ആര് മുന്നിൽ വരും? हम लोग जब सेवकाई में जाते हैं वो भी बच्ची को लेकर के जाते हैं. एक जगह सेवकाई में जब गए तो हम उस जगह में पहले बताया जो मैं मेरी पत्नी मेरा बच्चे को लेकर के वो झारखंड का बॉर्डर, बिहार और झारखंड का बॉर्डर में एक जगह सेवा करने के लिए गए.
उधर ना ट्रेन का सुविधा है, ना बस का सुविधा है, ना ऑटो का सुविधा है। मैंने पास्टर का ऑटो लेकर खुद स्टार्ट करके मैं उस जगह में सेवकाई में गया। ഞങ്ങൾ ബീഹാറിനും ജാർഖണ്ഡിലെ ബോർഡർ സ്ഥലത്ത് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് കടന്നു ചെന്നു. അവിടെ ചെല്ലാൻ ഒരു വണ്ടിയില്ല, ട്രെയിനില്ല, ബസ്സില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ പാസ്റ്ററുടെ ഓട്ടോ എടുത്തുകൊണ്ടാണ് അവിടെ ചെന്ന് സുവിശേഷ വേല ചെയ്യുന്നത്. शाम 6 बजे के बाद आपको गाड़ी कुछ नहीं मिलेगा, आपको उधर से वापस आने के लिए। 6 മണിക്ക് ശേഷം യാതൊരു വിധത്തിലെ വാഹനത്തിന്റെ സൗകര്യം അവിടെ ഇല്ല, അവിടെ തിരിച്ചു വരുവാനായിട്ട്. अगर कोई आपको अकेले में देख लेगा तो पकड़ करके उधर ही मार देगा, फेंक देगा। അവിടെ മറ്റൊരു പ്രയാസം കൂടിയുണ്ട്. ആരെങ്കിലും ഒറ്റയ്ക്ക് നമ്മളെ കാണുവാണെങ്കിൽ അവർ പിടിച്ച് അടിച്ചു കൊന്ന് നമ്മുടെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകും. जब मैं, मेरी पत्नी, मेरे बच्चे दोनों और मेरा पास्टर का पत्नी, उनका 2 विश्वासी जा रहे थे, तब पास्टर बोल रहा है, सर जी उधर बहुत विरोध है, बहुत बदमाश लोग हैं सर। सो जानते हैं, हम बोले आधा रास्ता लेकर आया तब बता रहे हो। क्या है? मैं जब ऑटो से गया तो पास्टर ने मुझे बताया बीच में कि उधर विरोध बहुत ज़्यादा है, प्रभु का वचन सुनने के लिए नहीं चाहता और गलत लोग हैं। तो मैंने उनको बोला कि आप जो है सो आधा रास्ता लाने के बाद ये कहानी हमको बता रहे हैं। ആധാർ അവസ്ഥ. ഓക്കെ, അവിടെ ഞാൻ ഓട്ടോ ഓടിച്ച് വാഹനത്തിൽ പോകുമ്പോൾ പാസ്റ്ററും പാസ്റ്ററിൻ്റെ ഭാര്യയും 2 വിശ്വാസികളൊക്കെ ഉണ്ട്. അവർ യാത്രയുടെ മധ്യേ തന്നെ പാസ്റ്റർ പറയുകയാണ്, അവിടെ വലിയ പ്രശ്നമുള്ള സ്ഥലമാണ്, വളരെ പ്രതികൂലമുള്ള സ്ഥലമാണ് എന്ന്, അവിടെ ചെന്നാൽ തന്നെ നമുക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്ന് ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞുകൂടായിരുന്നോ, പകുതി വഴി എത്തിയതിന് ശേഷമാണ് ഈ കാര്യം പറയുന്നതെന്ന്. मैं सोच रहा था कि मेरे छोटे छोटे बच्चे हैं, मेरी वाइफ है, इन लोगों को तो नहीं लाना था, कम से कम हमको मार के फेंक देगा तो कोई बात नहीं, परमेश्वर का सेवा करने के लिए मेरा 2 बच्चा लोग इधर है सेवा करने के लिए। ബच्चे भी साथ थे? हाँ, साथ भी चले गए। ഓ, ഈ കർത്തൃദാസന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്. എൻ്റെ കർത്താവേ, ഈ മക്കളെയും ഭാര്യയെങ്കിലും വീട്ടിൽ വെച്ചിട്ട് വരാമായിരുന്നല്ലോ, ഇവരെയും കൂടെ അടി കൊണ്ട് ചാകാൻ കൂടെ കൊണ്ടുവന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. और मैं ऑटो खुद चला करके, पास्टर का ऑटो चला करके गया। पास्टर का ऑटो था, वो लेकर के गया, तो फिर कैसे उधर गया। अच्छा, जाने के बाद हम लोग उधर सेवा किए। പാസ്റ്ററുടെ ഓട്ടോ ഞാനാണ് ഓടിച്ചിരുന്നത്, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ദൈവവേല ചെയ്തു. सेवा करते हुए जैसे ही मैं गया और सोचा कि अभी प्रचार करेंगे, 4-5 लोग एकदम तलवार ऐसा करके राके, बंदूक लेके ऐसा करके हमको मारने के लिए आ रहे हैं। मैं तो सोच रहा कि गया आज तो हम। അവിടെ ചെന്നപ്പോൾ സുവിശേഷ വേലയിൽ ദൈവത്തിൻ്റെ വചനം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5-6 പേര് കയ്യിൽ വാളും വടിവാളും അതുപോലെ തോക്കുമൊക്കെ ആയിട്ട് അവിടെ വന്ന് ആ പരിസരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു, എല്ലാം പ്രശ്നമായി എന്ന് എനിക്ക് തോന്നി. पास्टर आके बोल रहा है, सर माहौल खराब है, इधर से निकल जाइए। പാസ്റ്റർ പറഞ്ഞു, ദേവദാസനെ, ആ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു, ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് പോയേക്കാം, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം. मैंने अपने मन में बोला, प्रभु अगर तू इधर मुझे मरने के लिए लाया है, आई एम रेडी टू डाई फॉर यू। അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്നെ മരിക്കുവാനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഞാൻ മരിക്കുവാൻ തയ്യാറാണ് ദൈവമേ. जैसे ही मैं प्रार्थना करना शुरू किया, അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ परमेश्वर ने 3-4 लोगों के बारे में कुछ भविष्यवाणियां की। അവിടെ ഇരിക്കുന്ന 3-4 പേരെ കുറിച്ച് ദൈവം വെളിപ്പാട് തന്നു. जैसे ही मैंने भविष्यवाणी करना शुरू किया, ഞാനത് പ്രവചിച്ചു പറഞ്ഞപ്പോൾ തന്നെ वो तलवार फेंक के मेरे पैर के पास आके गिर गया और അവിടെ बोलने നിന്നിരുന്ന लगा, വ്യക്തികൾ വാളുകൾ മാറ്റിവെച്ചിട്ട് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തുവാനിടയായി. ഹല്ലേലൂയ. भैया मुझे बच्चा नहीं हो रहा, ये बात आपको कैसे मालूम? അവിടെ ആ സഹോദരൻ പറഞ്ഞു, സഹോദര, നിങ്ങൾക്ക് എനിക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? मैं बोला, मेरा परमेश्वर जानता है। അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം അറിയുന്നു. हमने उधर प्रचार किया, ഞങ്ങൾ അവിടെ പ്രസംഗിച്ചു. आज उस जगह में 25 लोग विश्वास में आ गया। ആ സ്ഥലത്ത് നിന്ന് 25ഓളം പേര് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. हालेलुया, हालेलुया। हालेलुया। मैं बताना चाहता हूँ, परमेश्वर का वचन यही कह रहा है कि जब तक आप परीक्षा में नहीं जाएंगे, आप परमेश्वर के सामर्थ्य को नहीं देख पाएंगे। ഞാൻ നിങ്ങളോടായി പറയട്ടെ പ്രിയപ്പെട്ടവരെ, എപ്പോഴെല്ലാം പരീക്ഷണത്തിലൂടെ നിങ്ങൾ കടന്നു പോകാതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വം അറിയാൻ കഴിയില്ല. परमेश्वर यह देखना चाहता है कि क्या आपका दिल परमेश्वर के लिए पहले धड़कता है या दुनिया के रीति रिवाज और रुपया पैसा के लिए धड़कता है। പരീക്ഷണ ഘട്ടങ്ങളിൽ ദൈവം നമ്മളെ കുറിച്ച് കാണുവാൻ അല്ലെങ്കിൽ അറിയുവാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തിന് വേണ്ടിയാണോ നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നത്, അതോ പണത്തിന് വേണ്ടിയും പദവിക്ക് വേണ്ടിയുമാണോ നാം ജീവിക്കുന്നത്? हालेलुया। हालेलुया। आज आपसे परमेश्वर बात करना चाहता है। ഇന്ന് നിങ്ങളോട് ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. आपका परिस्थिति क्यों न कैसा भी हो, നിങ്ങളുടെ ഏത് സാഹചര്യമാണെങ്കിലും പ്രശ്നമല്ല. परमेश्वर कुछ सिखाने के लिए आपके बीच में ऐसा रखा, ദൈവം നിങ്ങളെ കുറിച്ച് പഠിപ്പിക്കുവാനാണ് ഇവിടെ और जब കൊണ്ടുവന്നിരിക്കുന്നത്. ऐसा रखा है तो जीत भी परमेश्वर आपके द्वारा दिलाएगा। ജയം പോലും കർത്താവ് നിങ്ങളിലൂടെ
ശക്തിയോടെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. आप जीतकर परमेश्वर का महिमा गाएंगे. നിങ്ങൾ ജയം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. हालेलुया, हालेलुया. हालेलुया. हम बताना चाहते हैं ये सीसरा के बारे में. ये जो सीसरा है, वचन कहता है कि सीसरा के पास करीब 900 रथें थी. हम पढ़ने के लिए समय नहीं, लेकिन 900 रथें थी. നമുക്ക് പഠിക്കാൻ സമയമില്ല, അതുകൊണ്ട് വേദത്തിൽ പറയട്ടെ, സീസറുടെ കയ്യിൽ 900 രഥങ്ങൾ ഉണ്ടായിരുന്നു. उस समय में 900 रथ रखने वाला क्या साधारण आदमी होगा ആ क्या? കാലഘട്ടത്തിൽ 900 രഥമുള്ള വ്യക്തി സാധാരണക്കാരനല്ല. लेकिन इस्राएली लोगों के पास एक चाकू भी नहीं है लोगों से लड़ने के പക്ഷേ लिए. ഇസ്രായേൽ ജനങ്ങളുടെ കയ്യിൽ ഒരു കത്തി പോലുമില്ല ഈ 900 രഥങ്ങളുള്ള ആ യുദ്ധ സേവകരോട് യുദ്ധം ചെയ്യുവാൻ. हालेलुया, हालेलुया. हालेलुया. और परमेश्वर बड़े कामों को करता है. वचन में पहले ही कह दिया कि मैंने सीसरा को तेरे हाथ में दे दिया പക്ഷേ है. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ആദ്യം തന്നെ സീസറയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. हालेलुया. हालेलुया. और जब ये जो ये लोग 12 लोग जब पहाड़ से नीचे उतर रहे हैं, और ये जो सीसरा है ये इन लोगों को मारने के लिए जब अपने रथों के साथ जा रहा है. ബാരാക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സീസറ തന്റെ രഥങ്ങളോടുകൂടെ വളരെ ശക്തിയോടെ അവരെ ആക്രമിച്ചു കൊല്ലുവാനായി കടന്നു വരികയാണ്. मालूम परमेश्वर का वचन क्या कहता है? 5वां अध्याय को निकालेंगे. നിങ്ങൾക്കറിയാമോ കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? 5-ാമത്തെ അധ്യായത്തെ നോക്കാം. Read 4, 5. 4-5 വാക്യങ്ങൾ. Yeah, please. യഹോവേ, നീ സേയിരിൽ നിന്നും പുറപ്പെടുകയിൽ ഏദോമ്യ ദേശത്തുകൂടി നീ നടകൊള്ളുകയിൽ ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ. हालेलुया. ഹല്ലേലൂയ. आप बताओ, देखो परमेश्वर का वचन कहता है कि वहां पर ऐसा हुआ कि पूरा भूमि हिल गया. ഇപ്രകാരം വചനത്തിൽ വായിക്കുന്നു, യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങിപ്പോയി, पूरा पहाड़ प्रताप से भर गया. ആ പർവ്വതം മുഴുവനും ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. हालेलुया. और परमेश्वर के प्रताप से क्या हो रहा? पहाड़ पिघल पिघल के गिर रहा है. അവിടെ പർവ്വതം ഉരുകി ഉരുകി ഒലിക്കുന്നതാണ് നമ്മൾ കാണുവാനിടയാകുന്നത്. इस्राएल के पास एक भी हथियार नहीं है. ഇസ്രായേലിന്റെ കയ്യിൽ ഒരു വാള് പോലുമില്ല. Who is fighting for you? ആരാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്? कौन आपके साथ आपके लिए लड़ रहा है? ആരാണ് നിങ്ങൾക്ക് വേണ്ടി ശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്? आप अगल बगल वाले को हाथ मिला के बोलिए, मेरे लिए मेरा परमेश्वर लड़ रहा है. അടുത്തുള്ളവരോട് തൊട്ടടുത്തിരിക്കുന്നവരോട് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി എന്റെ ദൈവം യുദ്ധം ചെയ്യുകയാണ്. प्लीज आप लोग भी നിങ്ങളും हाथ ചെയ്താട്ടെ. मिलाकर बोलिए, मेरे लिए ധൈര്യമായിട്ട് मेरा परमेश्वर लड़ रहा പറഞ്ഞാട്ടെ, എനിക്ക് है. വേണ്ടി യുദ്ധം ചെയ്തത് എന്റെ ദൈവമാണ്. हालेलुया. जो ये रथ लेकर जा रहा है, आप बताइए, गीली मिट्टी पर एक कार लेके जाएंगे तो क्या होगा? നമ്മൾ നനവുള്ള ചെളി നിറഞ്ഞ സ്ഥലത്ത് കാർ കൊണ്ടുപോകണേ എന്ത് സംഭവിക്കും? कार ऐसा ऐसा स्लिप करेगा. കാറ് മുന്നോട്ട് പോകാൻ കഴിയാതെ ആ ചെളിയിൽ താന്നു പോകാനിടയാവും. इजरायली लोग पैदल है, उस मिट्टी में आसानी से जा रहा है. അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അവരുടെ കാലിൽ അവരെ വെറും നഗ്നപാദങ്ങളുണ്ട്, അവര് ഈസി ആയിട്ട് വളരെ വേഗത്തിൽ അതുവഴി നടന്നു പോകുന്നു. ये सब रथ को छोड़ दिया. वचन कहता है कि ऐसा परमेश्वर क्या कि तलवार के डर से, तलवार के मार से सारा लोग मर गया, भाग गया. തൽവാർ കെ ഡർ डर से भाग गया, मर गया. അവിടെ രഥചക്രങ്ങൾ ആ ചെളിയിൽ ആണ്ടുപോയപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ ആ രഥത്തിൽ നിന്നും പടയാളികൾ ഇറങ്ങി ഓടുവാൻ തുടങ്ങി. അപ്പോൾ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അവർ വാളിന്റെ ഭയം കൊണ്ട് എല്ലാവരും ഓടിപ്പോയി എന്നുള്ളതാണ് നമ്മൾ വായിക്കാൻ കഴിയുന്നത്. आपका पारिवारिक रिश्ता कैसा भी क्यों न हो, നിങ്ങളുടെ കുടുംബത്തിലുള്ള ബന്ധങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. परिवार में, കുടുംബത്തിൽ, जीवन में, ജീവിതത്തിൽ, रिश्तेदार में, ബന്ധുമിത്രാദികളുടെ ഇടയിൽ, सेवकाई में, സുവിശേഷ വേലയിൽ, कार्यों में, काम में, നമ്മുടെ ജോലികളിൽ, कोई भी क्यों न हो. ഹല്ലേലൂയ. हम इसलिए बिहार में जाने से, बिहार का सेवकाई करने से डरते नहीं हैं. അതുകൊണ്ട് ഞങ്ങൾ ബീഹാറിലേക്ക് തിരിഞ്ഞുപോയി അവിടെ ദൈവവേല ചെയ്യുവാൻ ഭയപ്പെടുന്നില്ല. हम डायरेक्ट लोगों को बोलते हैं कि मेरा परमेश्वर जिंदा परमेश्वर है. ഞാൻ അവിടെ ചെന്ന് പറയും എന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന്. क्योंकि मैं मरा हुआ था 6 महीना आईसीयू में. എന്തെന്നാൽ ഞാൻ 6 മാസം മരിച്ചവനായിരുന്നു. हालेलुया. आज परमेश्वर ने 120 पति पत्नी मिलकर हमारे साथ सेवा के लिए लोगों को दिया. आज हमारे पास करीब 70 से ज़्यादा संडे चर्च है और
हमारे पास करीब 200 से ज़्यादा गृह कलीसिया है। आज हमारे पास करीब 2000 से ज़्यादा लोगों को सुसमाचार सुना रहे हैं। 200 बच्चे का हम लोग केयर कर रहे हैं। ये सारा बात हो पाया ना तो मेरे बल से, ना तो मेरे शक्ति से, परमेश्वर के सामर्थ्य से हो पाया ഇന്ന് है। എൻ്റെ കൂടെ 120ഓളം പേര് സുവിശേഷ വേല ചെയ്യുന്നു. 70ഓളം സഭകൾ ഞങ്ങൾ ആരാധനയ്ക്കായി തുറന്നിട്ടുണ്ട്. 200ഓളം വീട്ട് ഭവന ഘരേലു കലിസിയ घरेलू कलीसिया। 200ഓളം ഭവന പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അനേകർ കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അനേകർ ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. मेरा दर्द है, मेरा मिशनरी का बच्चा, मेरा सेवक का बच्चा वो पढ़ाई करना चाहिए, इसके लिए मैं स्कूल खोलने के लिए अभी प्लान कर रहा हूँ। लेकिन मुझे मालूम है मेरा परमेश्वर कहा उठ और खड़े हो जा, क्योंकि आज वो दिन है परमेश्वर काम करने के लिए जा रहा എനിക്കറിയാം है। എൻ്റെ കൂടെ മിഷണറി വേല ചെയ്യുന്ന ദേവദാസന്മാരുടെ മക്കള് നല്ല വിദ്യാഭ്യാസം നേടണം. അതുകൊണ്ട് ഒരു സ്കൂൾ തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ ദൈവം പറഞ്ഞു, നീ എഴുന്നേൽക്ക, നിനക്ക് വേണ്ടി എല്ലാം തന്നിരിക്കുന്നു. ശത്രു നിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുകയാണ്. वैसा ही आपके हर एक क्षेत्र में, आप शिक्षा में हो, आप डॉक्टर हो, इंजीनियर हो, या किसी भी काम में क्यों ना हो, घर में काम करने वाला है, गृहिणी क्यों ना हो, फिर भी परमेश्वर आपके हर एक परिस्थितियों में हस्तक्षेप करने के लिए നിങ്ങൾ जा ഒരുപക്ഷെ रहा है। ഡോക്ടർ ആയിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഒരുപക്ഷെ ഒരു ജോലി വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവരായിരിക്കാം. പക്ഷെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുവാനിടയാകും. पहाड़ जैसा परेशानी क्यों ना हो, वो भी परमेश्वर के प्रताप से पिघलना शुरू हो പർവ്വത जाएगा। സമാനമായ പ്രശ്നങ്ങൾ പോലും നിങ്ങളുടെ മുമ്പിൽ അത് മെഴുകുപോലെ ഉരുകി മാറുന്ന ഒരു അനുഭവം നിങ്ങൾ കാണുവാനിടയാകും. हम आज सीख रहे थे एक हिंदी सॉन्ग, ഇന്ന് ഞങ്ങളൊരു ഹിന്ദി പാട്ട് ഞങ്ങൾ പഠിക്കുകയായിരുന്നു. और उसको हम अंकल को बोल के वो बोले अंकल ये इसका जो है सो मुझे बताइए कि इसका मलयालम में कैसा सॉन्ग है करके। ആ പാട്ടിന്റെ ഹിന്ദി പാട്ടിന്റെ മലയാള അർത്ഥം എന്താന്ന് പ്രിയ അങ്കിളിനോട് ഞാൻ ചോദിക്കുവാനിടയായി. मेरा नॉर्थ इंडिया में वो जो बिहार का भाषा है मलयालम टोटल बहुत डिफिकल्ट है, मेरा प्रोनाउंस भी करने के लिए मैं सोच रहा था। ഞാൻ ബീഹാർ ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് മലയാളം പറയാൻ ഭയങ്കര പ്രയാസമാണ്. അത് ഞങ്ങളുടെ ഭാഷയോട് ഒരു ബന്ധമില്ലാത്ത ഭാഷയാണ്. यहोवा चरवाहा मेरा, कोई घटी मुझे नहीं है, हरी चराइयों में मुझे स्नेह से चराता वो है, शत्रुओं के सामने मेज वो बिछाता है, प्रभु ने जो तैयार की मन मेरा मगन है। हालेलुया हालेलुया। हालेलुया। परमेश्वर हमें शत्रुओं के सामने मेज बिछा कर देता है। സന്നിധിമായ യഹോവ ശത്രുക്കളുടെ മുമ്പാകെ നമുക്ക് മേശ ഒരുക്കി തരും. That is our God. അതാണ് നമ്മുടെ ദൈവം. ऐसा परमेश्वर मेरा परमेश्वर है। അങ്ങനെയുള്ള ദൈവമാണ് എൻ്റെ ദൈവം. मेरा परमेश्वर जिंदा परमेश्वर है। എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. सब कुछ आपके हाथों में कर देगा। ദൈവം എല്ലാം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. हालेलुया। ഹല്ലേലൂയ. How many believe? എത്ര പേർ വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയർത്തിയാട്ടെ. आइए हम खड़े हो जाए। നിങ്ങൾക്ക് എല്ലാം എഴുന്നേറ്റ് നിൽക്കാം. आपका परेशानी कुछ भी क्यों ना हो, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, परमेश्वर के ओर अपने हाथों को उठाइए ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. और बोलिए प्रभु യേശുവേ, मेरे इस परेशानी को, എന്റെ പ്രശ്നങ്ങളെ, मेरे इस कष्ट को, എന്റെ വേദനകളെ, मेरे बीमारी को, എന്റെ രോഗങ്ങളെ, मेरे तकलीफ को, എന്റെ പ്രയാസങ്ങളെ, मेरे फेल्यूर को, എന്റെ തോൽവികളെ मेरे जीवन से हटा दीजिए। എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി തരണമേ. मुझे जयवंत के लिए चुन लिया है। എന്നെ ജയിക്കുവാനായിട്ടാണല്ലോ അങ്ങ് സൃഷ്ടിച്ചത്. मैं अपने आप को तेरे हाथों में देता ഞാൻ हूं। എന്നെ തന്നെ മുഴുവനായും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. हम लोग अपने आंखों को बंद करेंगे നമ്മളെല്ലാവരും കണ്ണുകളെ और അടച്ചുകൊണ്ട് मुंह खोल के अपने दुख को और परेशानियों को प्रभु को നിങ്ങളുടെ बताएंगे। അധരങ്ങളെ തുറന്ന് ദൈവത്തോട് വ്യക്തിപരമായി സംസാരിച്ചിട്ട് പ്രിയപ്പെട്ടവരെ, रथ നിങ്ങളുടെ 9 വേദനകളെ കുറിച്ച് ദൈവത്തോട് പറഞ്ഞാട്ടെ. रथ 900 क्यों ना हो, रथ 900 क्यों ना हो, रथ है, रथ 900 क्यों ना हो, 900 क्यों ना हो, रथ है, रथ। ഓക്കെ, രഥങ്ങൾ 900 ആയിക്കോട്ടെ, दुश्मन कितना भी ताकतवर क्यों ना हो, ശത്രു എത്ര വലിയ ശക്തനായിക്കോട്ടെ, हमारे पास किसी प्रकार की हथियार क्यों ना हो, നമ്മുടെ കയ്യിൽ വേറെ ഒരു ആയുധം ഇല്ലാതിരിക്കട്ടെ, കുഴപ്പമില്ല.
हम परमेश्वर के हाथ में हैं। പക്ഷേ നമ്മൾ ദൈവത്തിന്റെ കരങ്ങളാ പ്രിയപ്പെട്ടവരെ. हमें जयवंत मिलना चाहिए നമ്മെ ജയിപ്പിക്കുന്ന നമ്മുടെ കർത്താവാണ്. और ये जयवंत मेरा प्रभु करके देगा। എന്റെ ദൈവം നമ്മളെ ജയാളികളാക്കി മാറ്റും. हालेलुया ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया। പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കണ്ണിലടച്ചു നിൽക്കുമ്പോൾ തന്നെ ഇത്രയും നേരം നമ്മൾ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നല്ലോ. അല്ലെങ്കിൽ കേൾപ്പിക്കൂടെ വചനം നമുക്ക് സമർപ്പിക്കാം. കർത്താവ് പറയുന്നു, അല്ലെങ്കിൽ എത്ര വലിയ പ്രതികൂലത്തിന് നടുവിലും ശത്രു എത്ര വലിയ പ്രബലനാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. നന്ദിയോടെ 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ട ദാസനായി സ്തോത്രം കർത്താവേ. ഇവിടെ കടന്നു വന്ന ദാസനെ കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. താൻ കർത്താവെ അന്യഭാഷയിലാണെങ്കിലും ദൈവം തൻ്റെ ജനങ്ങളോട് സംസാരിക്കുവാൻ കൃപ ചെയ്തുള്ള കർത്താവെ, താൻ ഇത്രത്തോളം ശുശ്രൂഷയിൽ ബലപ്പെടുത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ അങ്ങയുടെ പ്രിയ മക്കളെയും കർത്താവെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ ചെറിയവരും വലിയവരുമായിരിക്കുന്ന സകലരെയും അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ ശാരീരികവും മാനസികവും ആത്മീയമായ തലത്തിൽ ബലഹീനരായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. കുടുംബത്തിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, കർത്താവ് പലവിധമായ പ്രതികൂലങ്ങളുടെ നടുവിൽ കിടക്കുന്നവരെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ശത്രുവായവൻ ലജ്ജിച്ച് ഭ്രമിച്ചു പോയി. അവന്റെ ആയുധങ്ങളിട്ട് അവന്റെ രഥങ്ങളെ ഉപേക്ഷിച്ച് അവൻ ഞങ്ങളെ വിട്ട് പിന്മാറി ഓടിപ്പോകും. ഇന്ന് പകൽ കർത്താവിന്റെ ശക്തി ദൈവജനത്തിനിടയിൽ ശക്തിയോടെ ഇറങ്ങി വരട്ടെ. ജീവന്റെ ചൈതന്യം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പ്രശ്നങ്ങൾ തകരട്ടെ. ശത്രു ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. ജയാളികളായി ദൈവജനം ജയാളികളായി ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷങ്ങളിലും അവർ വിശ്വാസത്തിൽ വീരന്മാരായി ധീരന്മാരായി കർത്താവിന്റെ മഹത്വത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ജയക്കൊടി പേറിക്കൊണ്ട് മുന്നേറുന്നവരായി തീരട്ടെ. ഇവർ ചെയ്യുന്ന കാര്യമെല്ലാം സാധിക്കട്ടെ. ഇവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിക്കട്ടെ. ഇവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇവരുടെ ബലഹീനതകൾ മാറട്ടെ. ഇവരുടെ കുടുംബക്കാർ രക്ഷ പ്രാപിക്കട്ടെ. ഇവരുടെ ശത്രുക്കൾ രഞ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. ഇവരുടെ ജീവിതത്തിൽ ഇവർ ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളും ദൈവ മഹത്വത്തിനായി അത് യാഥാർത്ഥ്യമായി തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ യാഹ്വേ എന്ന നാമത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അനുഗ്രഹിച്ചത് നന്ദി. സമയം അനുവദിച്ചെന്ന ദൈവദാസനും ഈ കൂട്ടായ്മയിൽ വന്ന ഓരോ ദൈവമക്കൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല ജനങ്ങൾക്കും ഈ കേരളത്തിലെ സകല വിശ്വാസികൾക്കും ലോകത്തിലെ സകല അല്ലെങ്കിൽ സുവിശേഷകർക്കും ദൈവമക്കൾക്കും ദൈവത്തിൻ്റെ വലിയ കൃപ ഈ ദിവസങ്ങൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥന വിരമിക്കുന്നു. നന്ദി യേശുവേ. പ്രൈസ് ദി ലോർഡ്. കേൾക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജിനായി അതുപോലെ സാക്ഷ്യവചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 മിനിറ്റ് കർത്താവിൻ്റെ ദാസൻ ജേക്കബ് പണിക്കറിന് കൊടുക്കുന്നു. തന്നെയും തൻ്റെ പ്രവർത്തനങ്ങളെയും ഒന്ന് വിശദീകരിക്കും. പ്രൈസ് ഗോഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. മിഷൻ ഇന്ത്യയുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാനായിട്ട് ദൈവം എനിക്കും കൃപ തന്നു. ഞാൻ എന്നെക്കുറിച്ചൊരു ചെറിയ ചുരുക്കത്തിൽ, ഞാൻ അധികം സമയം എടുക്കത്തില്ല, 5 മിനിറ്റ് പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. ഞാൻ ദൈവവചനത്തിൽ നിന്നൊന്നും പറയുന്നില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്ത് ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്ന് സീനിയർ ലെവലിൽ റിട്ടയർ ചെയ്ത ഒരാളാണ്. ഈ ട്രിവാൻഡ്രം റീജിയൻ്റെ ചാർജും ഒക്കെ ആയിരുന്നു നേരത്തെ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ആണ് പഠിച്ചത്. അലഹബാദിലാണ് പഠിച്ചത്. ഞാൻ കൃഷി ശാസ്ത്രവും അതിനുശേഷമുള്ള സ്റ്റഡീസും ഒക്കെ നടത്തിയാണ്. ലക്നൗവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ദൈവം എനിക്ക് വലിയൊരു വിഷൻ നോർത്ത് ഇന്ത്യയെക്കുറിച്ച് തന്നുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ എന്തെങ്കിലും ഈ നോർത്ത് ഇന്ത്യയിൽ ചെയ്യണം എന്നുള്ളൊരു വിഷൻ തന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിലുള്ള വാക്യമായിരുന്നു, യുദ്ധത്തിനിറങ്ങാനായിട്ടുള്ളൊരു ആഹ്വാനമായിരുന്നു. 2 കാഹളബോധനം. ആദ്യത്തെ കാഹളം ഒരുക്കം, 2ാമത്തെ കാഹളം യുദ്ധം. ആദ്യത്തെ കാഹളം ഊതി ഇരുന്നപ്പോഴേ ദൈവം പറഞ്ഞു, നിനക്കൊരു സമയം ഞാൻ വെച്ചിട്ടുണ്ട്, അന്നേരം നീ പുറപ്പെടാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം തന്നെ പറഞ്ഞൊരു വിഷനായിരുന്നു, ഒരു വലിയൊരു സംഭവം ഉണ്ടാകും, അതിനുശേഷം നീ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങണോ. ഇത്രയും വലിയ സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അതാണ് കോവിഡ് എല്ലാവരും കോവിഡ് വന്ന് ലോകം മുഴുവൻ അടച്ചൊരു സമയം. വടക്കേ ഇന്ത്യയിലെ സഭകളെല്ലാം പൂട്ടി.
മിക്കവാറും പാസ്റ്റേഴ്സൊക്കെ നാട്ടിൽ വന്ന് സഭകളൊക്കെ പൂട്ടിയൊരു സമയം. ദൈവം എന്നോട് പറഞ്ഞ് നീ ഇറങ്ങണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ആക്റ്റീവ് ആവാനായിട്ട് സാധ്യമായി. ദൈവം എന്നെ അതിനുവേണ്ടി എംപവർ ചെയ്തു, സഹായിച്ചു. അന്ന് വീണുപോയ സഭകളെയൊക്കെ ഉദ്ധരിക്കുവാനും ആ വിശ്വാസികൾ, പ്രത്യേകിച്ച് ഒരുപാട് സഭകൾ അന്ന് പൂട്ടിപ്പോയി, അവരെയൊക്കെ ഉദ്ധരിച്ച് ചെറിയ ചെറിയ സഭകളൊക്കെ ആയിട്ട് നടത്തുവാനും ഒക്കെയുള്ള ദൈവം കൃപ തന്നു. ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ, UP, ബീഹാർ, ഇത്രയും സ്റ്റേറ്റുകളിൽ ഇപ്പോൾ പാസ്റ്റേഴ്സ് ഉണ്ട്. ദൈവം നടത്തുന്നു. അവരെ ഞാനൊന്നും ചെയ്യുന്നില്ല, അവരെ പ്രാർത്ഥനയിൽ കൂടി ഓർക്കുകയും അവരെ ട്രെയിൻ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറെയൊക്കെ ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. ചെറിയ ചെറിയ കൂടിവരവ് വീടുകളിൽ ഈ പറഞ്ഞ പോലെ ഹൗസ് ചർച്ചസ് 15-20 പേരൊക്കെ അടുത്തുള്ള ഭവനങ്ങളിൽ നിന്ന് കൂടി വന്ന് പ്രാർത്ഥിക്കും. എനിക്ക് നിങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയൊരു പ്രെയർ റിക്വസ്റ്റ് ഇതുമായിട്ട് ചേർന്നുള്ളത്, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ചയിലും ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നമ്മുടെ പാസ്റ്റേഴ്സിനെയും പല പാസ്റ്റേഴ്സിനെയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് അവർ ക്വസ്റ്റ്യൻ ചെയ്യും. ലോക്കൽ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കൂടാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ സുസമാചാർ ദൈവവചനം അറിയിക്കുന്നത് നിങ്ങൾ നിർത്തണം. ഇവിടെ ഞങ്ങളുടെ ദൈവം വേറെ ദൈവമാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പാസ്റ്റേഴ്സ് എല്ലാം അവിടുത്തുകാരാണ്. ഇന്ന് ലോക്കൽ ഇവിടുത്തെ കേരളത്തിലുള്ള ഒരു പാസ്റ്റേഴ്സും ഇല്ല. എന്നിട്ട് പോലും അവർ പറഞ്ഞു നിങ്ങളിത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് വാൺ ചെയ്തിരിക്കുകയാണ്. ഈ ആഴ്ച മിക്കവാറും സഭകളൊന്നും തന്നെ അവിടെ കൂടാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവരുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും അവരുടെ രജിസ്ട്രേഷനും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഗവൺമെൻറ് വാങ്ങിച്ച് വെരിഫൈ ചെയ്തു. എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ എല്ലാം തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ഇടപെടുത്തണം, പ്രാർത്ഥിക്കണം. കേരളത്തിന് വേണ്ടി ദൈവം എനിക്കൊരു വലിയ വിഷൻ തന്നതാണ് മെറ്റനോയ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട്. മെറ്റനോയ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹാർട്ട്, ഹൃദയത്തിൻ്റെ രൂപാന്തരം എന്നുള്ളതാണ്. ഗ്രീക്ക് വാക്കാണ്. അതിൽ കുറേ പേരത് കാണുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും പോയി, ആളുകളുടെ വീട്ടുകളിൽ പോയി, ചെറിയ ഗ്രൂപ്പുകളുണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്. തിരുവനന്തപുരത്തും പലരും ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഡെലിവറൻസ് മെസ്സേജ്, ഡെലിവറൻസ് ആയിട്ടുള്ള ഒരു വിടുതലിൻ്റെ ഒരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം അന്ത്യകാലമാണ്. പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ബൈബിളിലൊന്നുമില്ല, ഞാൻ പറയുന്നത് മധ്യാകാശത്ത് നിന്ന് പിശാചിനെ അടിച്ച് ഭൂമിയിലോട്ട് ഇറക്കിയിരിക്കുക. അപ്പം കാരണം നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ അവൻ ശക്തിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 1980-കളിലെ ദൈവം എന്നെ അനുസരണമാണ് വിശ്വാസം എന്ന് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യായിരുന്നു. കോളേജ് വിദ്യാർത്ഥികളെ കർത്താവിലേക്ക് നടത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വർക്ക് ചെയ്യായിരുന്നു. എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, വിദ്യാർത്ഥികളെല്ലാം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മുടെ സോക്കാൾഡ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സുവിശേഷ സഭകൾ പോലും, ഈവൻ പെന്തക്കോസ്റ്റ് ചർച്ച് പോലും എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പോലും ഒരാളിനെ കണ്ടുപിടിച്ച് സുവിശേഷ വേലയ്ക്ക് വിളിച്ചിറക്കാനായിട്ടില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ താല്പര്യത്തോടെ ആര് വന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. വടക്കേ ഇന്ത്യ തുറന്ന് കിടക്കുകയാണ്. അവിടെ ഒരുപാട് പ്രവർത്തനം ഇനിയും ചെയ്യാനുണ്ട്. ഇപ്പോഴും ചിലയിടത്ത് യേശു മസീഹ് കാനെ കെ ലിയെ അച്ചാ ഹേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അതിശയോക്തിയായിട്ട് പറയല്ല, ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ പോലും യേശു മസീഹ് കാനെ കെ ലിയെ ബഹുത്ത് അച്ചാ ഹേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അത്രയ്ക്ക് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും വടക്കേ ഇന്ത്യയിലുണ്ട്. നമ്മൾ ഓർക്കുക. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കണം. ഈ മെറ്റനോയ മിനിസ്ട്രീസിൽ കൂടി വലിയൊരു ശുശ്രൂഷ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഫോൺ വിളിച്ചിട്ട് ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പോഴേ എന്ത് തകർന്നിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളതെന്ന് ഓർക്കുകയാണ്. അതുകൊണ്ട് ദിവസവും ഉപവാസത്തിലും പ്രാർത്ഥനയിലും നമ്മളിരുന്ന് ഇതെല്ലാം വിജയമെടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം ഈ നാളുകളിലുണ്ട്. ഡാനിയേൽ പ്രവചനം 11:32 പറയുന്ന പോലെ യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. യഹോവ യുദ്ധം ചെയ്തുകൊള്ളും, ശരിയാണ്. എന്നാൽ നമുക്കൊരു വലിയ റോളുണ്ട്. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കേണ്ട ഒരു റോളുണ്ട്. പെരയ്ക്കകത്ത് കയറി അടങ്ങിയിരിക്കാനല്ല, നമ്മൾ ബലാത്കാരമായി ദൈവരാജ്യം പിടിച്ചെടുക്കുന്നവരായിരിക്കണം. നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം നമ്മുടെ വിശ്വാസത്തെ. നമ്മൾ ഈ ഫെയ്ത്തിനെ ആക്ടിവേറ്റ് ചെയ്യാതെ പെരയ്ക്കകത്തിരുന്ന് ദൈവം ചെയ്തോളൂ എന്ന് പറയുകയല്ല, ദൈവം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ കല്ലുകൾ ആർത്തി വിളിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ദൈവം ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ നമുക്കൊരു റോളുണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.
യെസ്, നമ്മുടെ ജീവിതങ്ങളിലെ ആക്റ്റീവ് പ്രസൻസ്, സജീവ സാന്നിധ്യം ദൈവത്തിൻ്റെ ഉണ്ടാവണം. ഉണ്ടായാൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല, നിങ്ങൾ ഇറങ്ങി ഓടും. കാരണം ദ ഡ്യുനാമിക്സ് പവർ, ദൈവത്തിൻ്റെ ശക്തി അത്ര വലുതാണ് നമ്മുടെ ഉള്ളിലെ. ദ ഡ്യുനാമിക്സ് പവർ, ആ ശക്തി എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 1:18 പറയുന്ന ശക്തി, ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഡെലിവറൻസ് പവർ. അത് നമുക്ക് പറയാൻ പറ്റില്ല, ക്രൂശിൻ്റെ ശക്തിയാണ്. മരിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. ജീവങ്കിലേക്ക് നടത്തുന്ന ആ ശക്തി ഈ ദിവസങ്ങളിൽ നമ്മൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതങ്ങളെ മുമ്പോട്ട് നടത്തേണ്ടത്, ക്രൂശിൻ്റെ ശക്തി. നമ്മുടെ നേരത്തെ സഹോദരൻ പറഞ്ഞ പോലെ ഹമാരാ പരമേശ്വർ സിന്ദാ ഹേ, ഹമാരാ പരമേശ്വർ സിന്ദാ ഹേ, ആജ് ഭി സിന്ദാ ഹേ. ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, മരിച്ചുപോയ ദൈവമല്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിലെ നല്ല നിലവിളിക്കുന്നവരാണല്ലോ. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നമുക്ക് വലിയൊരു ഉദ്ദേശം, ഒരു പർപ്പസ് നമ്മുടെ ഉള്ളിലിട്ടിട്ടുണ്ട്. ആ പർപ്പസ് കണ്ടെത്തി ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടി ഇന്ന് നമുക്ക് ജീവിപ്പാൻ ദൈവം കൃപ തരട്ടെ. എനിക്ക് തന്ന സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, എല്ലാവരോടുള്ള നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ കാണാം, ഇതൊരു ബൈബിൾ സ്റ്റഡിയാണ്. കാണുന്ന കുഴപ്പമില്ല, നിങ്ങൾക്ക് കാണാം. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ സുവിശേഷത്തിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് വടക്കേ ഇന്ത്യയിലേക്ക് പോകാം. അടുത്ത ആഴ്ച ഞങ്ങൾ വടക്കേ ഇന്ത്യയിലോട്ട് പോവുകയാണ്. ദൈവം ഞങ്ങളെ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. അവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യാം. ഏറ്റവും കൂടുതൽ പ്രതികൂലം വരുമ്പോഴാണ് ഓക്കുമരത്തിൻ്റെ വേര് താഴോട്ട് പോകുന്നത്. ഏറ്റവും വലിയ പ്രതികൂലം വരുമ്പോഴാണ് ഓക്കുമരത്തിൻ്റെ വേര് താഴോട്ട് പോകുന്നത്. ഏറ്റവും വലിയ പ്രതികൂലം വരുമ്പോഴാണ് ഓക്കുമരത്തിൻ്റെ വേര് താഴോട്ട് പോകുന്നത്. വടക്കേ ഇന്ത്യയിൽ എത്ര പ്രതികൂലമുണ്ടോ അതനുസരിച്ച് ദൈവരാജ്യം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം എന്നെ സഹായിക്കും. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കട്ടെ. നമ്മൾ എഴുന്നേറ്റ് പണിയും. നെഹമ്യാവ് പറഞ്ഞോളൂ, നമ്മൾ എഴുന്നേറ്റ് പണിയും. യഹോവയെ അന്വേഷിക്കുന്ന ജനം, യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ആമേൻ. ആമേൻ. താങ്ക് യു സർ. താങ്ക് യു പാസ്റ്റർ ഉത്തം ഭാരത് ഫോർ യുവർ വണ്ടർഫുൾ മെസ്സേജ് ആൻഡ് ടെസ്റ്റിമണി. നമുക്കൊരു നിമിഷം ഈ ബീഹാറിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരല്പ സമയം മുന്നോട്ട് പോയെങ്കിലും ദൈവം നമുക്ക് തന്ന എല്ലാ മെസ്സേജുകൾക്കും എല്ലാ ഹല്ലേലൂയ സാക്ഷ്യവചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ബീഹാറിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വലിയ ദൈവപ്രവൃത്തി ദൈവം അവിടെ അയക്കട്ടെ. അതുപോലെ ജേക്കബ് പണിക്കർ സാർ പറഞ്ഞ വിഷയങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വലിയൊരു ആത്മഭാരം ഈ ദിവസങ്ങളിൽ ഭാരതത്തെ കുറിച്ച് വളരെ അധികമായി ഉണ്ടാകട്ടെ. സ്നേഹത്തോടെ ഇവരെ ഓർക്കുവാൻ, പ്രത്യേകിച്ച് ഉത്തം ഭാരതിനെ ഓർക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. തൻ്റെ മെസ്സേജുകളോട് ചേർന്നും അതുപോലെ ആ സാറ് പറഞ്ഞ ആ വിഷയവുമായിട്ട് ചേർന്നും നിങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമുക്കെല്ലാവർക്കും കേട്ട ആ വചനങ്ങൾക്കായി ഒരു നിമിഷം സ്തോത്രം പറയാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോബൻ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്ത് വരുവാൻ, അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിപ്പാൻ, പാട്ടുകൾ പാടി അങ്ങേ ആരാധിപ്പാൻ, അങ്ങയുടെ വചനം ശ്രവിപ്പാനൊക്കെ ദൈവം ഒരുക്കി അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ദാസന്മാരെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച് വിലപ്പെട്ട അനുഭവങ്ങൾ, വിലപ്പെട്ട വചനങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജന ശുശ്രൂഷിച്ച ബീഹാറിൽ നിന്ന് കടന്നു വന്ന അങ്ങയുടെ ദാസൻ ഉത്തം ഭാരതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭൃത്യനെയും കുടുംബത്തെയും ദൈവം ധന്യമായി അനുഗ്രഹിക്കണമേ. തൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം വിശാലമാക്കണമേ. വിശേഷിച്ച് തൻ്റെ സഹധർമ്മിണിക്കായി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കർത്താവ് ഒരു വിടുതൽ നൽകേണ്ടതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക മഹത്വം അവരുടെ മേൽ ഇറങ്ങി വരേണ്ടതിന് കർത്താവെ, നിരദാസനെയും കുടുംബത്തെയും അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം വിശാലമാക്കേണ്ടതിന്, ആവശ്യങ്ങളുടെ മുഖത്ത് കൂടെ ഇരിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ആ ശുശ്രൂഷകൾ പരിഭാഷ ചെയ്ത അങ്ങയുടെ ഭൃത്യനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ
ദാസനെയും കുടുംബത്തെയും ദൈവം കരം വെച്ച് അനുഗ്രഹിക്കണം. ശുശ്രൂഷകളെ ആദരിക്കണമേ. ഞങ്ങളോട് ഒരുമിച്ചായിരുന്നത് തനിക്കും ഞങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി കാരണമാകണം. ദാസന്റെ പ്രവർത്തനങ്ങളെ വിശാലമാക്കണമേ. പിന്നെ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസൻ ജേക്കബ് പണിക്കർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അമറ്റിനോവ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസനിലൂടെ ചെയ്യിക്കുന്ന നോർത്ത് ഇന്ത്യൻ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിവിധ സ്റ്റേറ്റുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ പിന്നെയും വിശാലമാക്കണമേ. അനേക ദൈവദാസന്മാരെ, ചില ചണ്ടിക്കുമ്പാരങ്ങളെ കർത്താവേ, ചണ്ടിക്കുമ്പാരങ്ങളോട് ആത്മാവിൽ പ്രവചിപ്പാൻ നിന്റെ ദാസനെ പിന്നെയും സഹായിക്കണമേ. ചിലതിനെ തട്ടി ഉണർത്താൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ ദാസന്റെ പ്രവർത്തനങ്ങൾ ദൈവം വിശാലമാക്കണമേ. ഞങ്ങളുടെ ദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ പ്രവർത്തനങ്ങളെ ദൈവം വിശാലമാക്കുവാൻ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. എല്ലാവരെയും കരം വെച്ച് അനുഗ്രഹിക്കണമേ. ഈ യോഗം ലീഡ് ചെയ്യുവാൻ പ്രിയ കുശുപാസ്ത്രയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കൃപക്കുള്ളി പൊതിയണമേ. ഇന്ന് രാത്രി നടക്കുന്ന യോഗത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെ ദൈവം ഞങ്ങളുടെ മധ്യ ഉപയോഗിക്കും. കൃപക്കുള്ളി പൊതിയും. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പൂർണ്ണമായി ഭാഗ്യവുമായി ഉപസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരം വെച്ച് അനുഗ്രഹിക്കും. ഞങ്ങളെ സമാധാനത്തോട് പറഞ്ഞു വയ്ക്കും. പ്രാർത്ഥനകൾക്ക് കൂടി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരമുയർത്തി കർത്താവിന്റെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈകിട്ട് കൃത്യം 7 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിന്റെ ദാസൻ സണ്ണി ലൂക്കോസ് നമ്മുടെ മധ്യേ ദൈവജനം ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ദൈവസ്നേഹത്തിൽ അർപ്പിക്കും.